الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സൂറത്ത് സുമറിലെ 22ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? പതിനഞ്ചാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഒരുമിച്ച് കാണാം. 15ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاعبدوا ما شئتم من دونه قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين لهم من فوقهم ظلل من النار ومن تحتهم ظلل ذلك يخوف الله به عباده يا عباد فاتقون والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى وبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب أفمن حق عليه كلمة العذاب أفأنت تنقذهم من النار لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار وعلى الله لا يخلف الله الميعاد ألم تر أن الله أنزل من السماء ماء فسلكه ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله هراما إن في ذلك لذكرى للألباب. ألم ترى കാണുന്നില്ലയോ? അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് നീ കാണുന്നില്ലയോ? ഫസലക്കഹു എന്നിട്ട് അതിനെ പ്രവേശിപ്പിക്കും. ഫസലക്കഹു യനാബിഅ ഫിൽ അർദി ഭൂമിയിലെ ഉറവിടങ്ങളിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. പിന്നെ തുമ്മ പിന്നീട് യുഖ്രിജു ബിഹി അത് മുഖേന അവൻ പുറത്തു കൊണ്ടുവരും. സറഅൻ യുഖ്രിജു ബിഹി എന്നത് മുഖേന ആ മഴ മുഖേന സറഅൻ കൃഷിയെ വിളകളെ മുഖ്തലിഫൻ അൽവാനഹു ഇതിന്റെ വർണ്ണങ്ങൾ വ്യത്യസ്തമാണ്. തുമ്മ പിന്നീട് യഹീജു അത് ഉണങ്ങിപ്പോകും. ഫതറാഹു മുസ്ഫറ അപ്പോൾ നീ അതിനെ മഞ്ഞവർണ്ണം ബാധിച്ചതായി കാണും. തുമ്മ പിന്നീട് യജഅലുഹു അതിനെ അവൻ ആക്കും ഹുതാമ വൈക്കോലാക്കും. ഇന്ന ഫീ ദാലിക തീർച്ചയായും അതിലുണ്ട് ബോധനമുണ്ട്, ഉണർത്തലുണ്ട്. ഉലിൽ അൽബാബ് അപ്പം മഴ നൽകുന്ന 7 സന്ദേശങ്ങളെ സംബന്ധിച്ചും 7 പദങ്ങളെ സംബന്ധിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? നമ്മൾ അത് മുഴുവനായി പറഞ്ഞില്ലേ? 7 പറഞ്ഞില്ലേ?
എന്തൊക്കെയായിരുന്നു? പിന്നെ എന്താണ് സ്വയ്യിബ് എന്ന് പറഞ്ഞത്? മഴക്ക് പറയുന്ന ഒരു പേരാണ് സ്വയ്യിബ്. ആ സ്വയ്യിബാണ് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ നമ്മൾ പറയില്ലേ, സ്വയ്യിബ് നാഫിഅ. എന്താണ് നാഫി എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായി. അപ്പൊ സ്വയ്യിബ് എന്ന് പറഞ്ഞാൽ സ്വയ്യിബ് എന്ന് പറഞ്ഞാൽ ഏത് തരം മഴക്ക പറയും? ആ ഇടിമിന്നലുകളോട് കൂടി ഒരുമാത്തുൻ ഇടിയും മിന്നലും ആകെ ഇരുളടഞ്ഞു വരുന്ന മഴക്കാണെന്ന് പറയാ സ്വയ്യിബ് എന്ന് പറയും. എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഏതായിരുന്നു? മത്തോട്, അത് ശിക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന മഴക്കാ പറയാം. മത്തോട് എന്ന് പറഞ്ഞത് മുഴുവൻ അങ്ങനെയാണ്. പിന്നെ മറ്റൊന്നേതാണ് വൈസ്. വൈസി എന്ന് പറയുന്നത് ഏത് മഴക്കാണ്? മഴ കിട്ടാതെ മഴ കിട്ടാതെ ആകെ നിരാശപ്പെട്ട് കഴിയുന്ന സമയത്ത് കിട്ടുന്ന മഴക്കാണ് വൈസ് എന്ന് പറയും. സഹായം. മഴ കിട്ടാത്ത സമയത്ത് നമ്മളെന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ അഗിസ്നാ വൈസൻ മുഗീസൻ എന്നാ പ്രാർത്ഥിക്കുക. അഗിസ്നാ അതാണ് വൈസ്. മഴ കിട്ടാതെ പ്രയാസപ്പെടുന്ന സമയത്ത് പെയ്യുന്ന മഴക്കാണ് വൈസ് എന്ന് പറയാം. പിന്നെ അടുത്തത് റഹ്മത്ത്. ആ റഹ്മത്ത് ഏതാ? ചില പ്രത്യേക സ്ഥലത്ത് പെയ്യുന്ന മഴ. ചില പ്രത്യേക സ്ഥലത്തേക്ക് അല്ലാഹു തആല കാരണാകത്തെ ആവശ്യമുള്ള നിർജീവമായ നാട്ടിലേക്ക് ഈ കാർമേഘത്തെ അല്ലാഹു എന്ത് ചെയ്യും? തെളിച്ചു വിടും. തന്റെ റഹ്മത്താകുന്ന മഴക്ക് മുമ്പ് കാറ്റിനെ അയക്കുന്നവൻ എന്താ പറഞ്ഞു? അപ്പൊ ആ റഹ്മത്ത് എന്ന് പറഞ്ഞ മഴ അങ്ങനെ കാറ്റിനെ അയച്ച് ആ പിന്നെ മേഘത്തെ തെളിച്ചു കൊണ്ടുപോയി പ്രത്യേക നാട്ടിലേക്ക്, ഈ ബലദിൻ മയ്യത്തിൽ പ്രത്യേകമായ നാട്ടിലേക്ക് കൊണ്ടുപോയി പെയ്യുന്ന മഴക്കാണെന്ന് പറയാം റഹ്മത്തി എന്ന് പറയാം. പിന്നെ വാബിൽ എന്ന് പറയുന്നത് പേമാരിയാണ്. തൊല്ല്, ചാറൽ മഴ. ചാറൽ മഴക്ക് അറബിയില് തൊല്ല് എന്നാ പറയാം, തൊല്ല്. അപ്പം ഇങ്ങനെ 7 പദങ്ങൾ ഖുർആനിൽ മഴയ്ക്ക് വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ 7 സന്ദേശങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഇനി നമ്മൾ അതിന് മുമ്പ് വിട്ടുപോയൊരു കാര്യമുണ്ട്, തൊട്ട് മുമ്പിലായിട്ട്. അത് പിന്നെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട സംഗതിയാണ്. പക്ഷെ അത് ഞാനവിടെ പറയാൻ വിട്ടുപോയി നമുക്ക് തോന്നുന്നത്. പറഞ്ഞ ഒരു ഓർമ്മ എനിക്കില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. തൊട്ട് മുന്നിലുള്ള ആയത്തില് ഉറഫ് നമ്മൾ പറഞ്ഞില്ലേ? തൊട്ട് മുന്നിലുള്ള ആയത്തില് ഉറഫ് പറഞ്ഞില്ലേ? സ്വർഗത്തിലെ എന്താണ് ഉറഫ് എന്ന് പറഞ്ഞാല്? സ്വർഗത്തിലെ ഉറഫ് എന്ന് പറഞ്ഞാല് മണിമാളികകൾ. സ്വർഗത്തിലെ വീട്. സ്വർഗത്തിൽ നമുക്ക് ഒരുക്കി വെച്ച വീടിന് പറയുന്ന പേരാണ് ഉറഫ്. ഉറഫത്ത് ജംഉറഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞപ്പോ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ അത് പറഞ്ഞിരുന്നു. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ എന്താ അർത്ഥം? അടിഭാഗത്ത് നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് നമ്മളെ പിന്നെ ഞാനത് പറയാൻ വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വിടാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് അടുത്ത അതിലേക്ക് കടക്കാം. അതായത് നമ്മള് പിന്നെ ഖുർആനിലെ ഖുർആൻ നമ്മൾ ഓടുമ്പോൾ ഓരോ സ്ഥലത്തും ഒരു 2 പേജ് നമ്മൾ ഓടുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും വരുന്ന ഒരു വാക്കാണ് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ എന്ത്? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അപ്പം ഈ അൻഹാർ ഈ നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങളും ഖുർആനിലെ ഓരോ ആയത്തും നമ്മൾ ഓടുമ്പോൾ നമ്മളെ മനസ്സിൽ അതെന്താണ് എന്ന് ശരിക്കും തെളിഞ്ഞു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മാർത്ഥമായി അത് ആഗ്രഹിക്കാനും അള്ളാഹുവിനോട് ചോദിക്കാനും പറ്റും. ഒരു കാര്യം നമ്മളിങ്ങനെ ഇപ്പൊ ഉറഫിനെ പറ്റി പറഞ്ഞപ്പോ നമ്മൾ വിശദീകരിച്ച് ഓർമ്മല്ലേ? ഇപ്പൊ സ്വർഗത്തിലെ ഉറഫ് മണിമാളികകൾ നമുക്കുള്ള വാസസ്ഥലം അത് അല്ലാഹു തആല തയ്യാറാക്കി വെച്ചത് മേൽക്കുമേൽ തട്ടായിട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഉറഫിന്റെ എന്തുകൊണ്ടാണ് ആ ഉറഫ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആ ഉറഫിന്റെ പ്രത്യേകത എന്താണ്? അത് ആർക്കാണ് കിട്ടുക? ആരുടെ പേരിലാണ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? അതിന്റെ ആധാരം ആർക്കാ കിട്ടുക? അവിടെ ആർക്കാ താമസിക്കാൻ സൗഭാഗ്യം ഉണ്ടാകുക? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ഓർമ്മണ്ടല്ലോ. അപ്പം അത് പറയുമ്പോഴാണ് അതിനോടനുബന്ധമായി പിന്നെ ഫിൽ ഉറഫാത്തി ആമിനൂൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ സ്വർഗത്തിലെ ഉറഫാത്തുകളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയത്തുകൾ നമ്മൾ പറഞ്ഞു. അതേപോലെ നമ്മൾ ഏത് സമയത്തും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പിന്നെ ഒന്ന് ഞാൻ പറയുന്നത് തെറ്റെന്ന് പറയാം. നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി ഖുർആൻ എടുത്ത്
ഓതി തുടങ്ങിയാൽ ഒരു 2-3 പേജ് നമ്മൾ ഓതാണെങ്കിൽ ഒരു തവണയെങ്കിലും ജന്നാത്തും തജരീബിൻ തഹ്തിൽ അൻഹാർ കാണലില്ലേ? അല്ലേ? അങ്ങനല്ലേ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ആ അൻഹാർ എന്താണ് എന്ന് പഠിക്കണം. സ്വർഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ, അൻഹാർ എന്താണ് എന്ന് നമ്മൾ നിർബന്ധമായും പഠിക്കണം. അതാണ് ഇന്ന് ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോയത്. അത് എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ അത് കാണാതെ പഠിക്കണം. 4 തരം നദികളാണ് സ്വർഗത്തിലുള്ളത്. 4 തരം നദികളാണ്. ആ നദികളെ സംബന്ധിച്ച് പിന്നെ നമ്മുടെ മനസ്സിൽ അത് അതേ രൂപത്തിൽ ഉണ്ടാകണം. ഇനി നമ്മൾ ഓതുമ്പോൾ ആ പിന്നെ അൻഹാർ ഇന്നതാണ് എന്ന് നമുക്ക് അറിയണം. പിന്നെ അപ്പൊ ഞാനതൊന്നും പറയാം, നോക്കാം. ഒന്ന് ഇതിനെ പറ്റി പറഞ്ഞ സ്വർഗത്തിലെ അൻഹാർ കേട്ടോ, സ്വർഗത്തിലെ അൻഹാർ തജ്രീ മിൻ തഹ്തിൽ അൻഹാർ എന്ന് പറഞ്ഞ. അപ്പൊ ഒന്ന് അൻഹാർ മിൻ മാഇൻ ഗൈരി ആസിനി പറട്ടെ. മിൻ മാഇൻ ഗൈരി ആസിനി. കാണാൻ പഠിച്ചിട്ട് നമ്മൾ എഴുതണം കേട്ടോ. കാണാതെ പഠിക്കണം. മിൻ മാഇൻ ഗൈരി ആസിനി പറട്ടെ. പറട്ടെ എന്താ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് പറയണം എന്താണെന്നുള്ളത്. അത് ഖുർആനിൽ നമ്മൾ ഈ ആയത്ത് ഓതുമ്പോൾ ഇന്ന് മുതൽ ഇനി നമ്മുടെ ഖുർആൻ ഓതുന്ന നമ്മുടെ അടുത്ത പാരായണം മുതൽ ഈ ആശയം നമ്മുടെ മനസ്സിലേക്ക് വരണം. സ്വർഗത്തിലെ നദികളെ പറ്റിയാ പറഞ്ഞു. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ആ അൻഹാർ ഒന്ന് മിൻ മാഇൻ ഗൈരി ആസിൻ. എന്താണ്? കാണാതെ പഠിച്ചിട്ട് നമ്മൾ അടുത്ത് പറയുള്ളൂ. ഒന്ന് പഠിക്കാം. നമ്മളിനി ഖുർആൻ ഓതുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരണം. അങ്ങനെ കാണാൻ പഠിക്കാൻ നിർബന്ധം. ഇത് നമ്മൾ നോട്ട് പുസ്തകത്തിൽ എഴുതുന്നതിനേക്കാൾ അപ്പുറം ഹൃദയത്തിൽ വേണം എപ്പോഴും. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നോട്ട് പുസ്തകം പഠിക്കാൻ പോകാൻ പറ്റില്ല. ആ തജ്രീ മിൻ തഹ്തിൽ അൻഹാർ ഓതുമ്പോൾ നമ്മൾ ഹൃദയത്തിലേക്ക് വരണം. മാ എന്ന് പറഞ്ഞാൽ വെള്ളം. ഗൈരി ആസിൻ. ആസിൻ എന്ന് പറഞ്ഞാല് പിന്നെ ഈ വെള്ളത്തിൽ വരുന്ന പകർച്ച വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ, പകർച്ച വ്യത്യാസങ്ങൾ വെള്ളത്തിന്റെ. അതിലിപ്പോ നമ്മളെ പുരപ്പുഴയിൽ പോയി നോക്കിയാൽ വെള്ളം ഏത് കളറിലാണ് ഉണ്ടാകുക? ആകെ കലങ്ങിട്ടായിരിക്കും. കുറച്ച് പിന്നെ ഒരു ചാര കളറായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്താവും? അത് നല്ല തെളിഞ്ഞ് നീല കളറാവും. ചിലപ്പോൾ അത് പച്ച വെള്ളമാവും അല്ലെ? ഇത് നമ്മളെ കിണറിലെ വെള്ളം തന്നെയാവും പല സമയത്തും പല ആയിരിക്കും. അപ്പൊ സ്വർഗത്തിലെ നദിയിൽ ഒരു നദി, 4 നദികളാണ് ഓർമ്മ വേണം. 4 നദികളാണ്. അതിൽ ഒന്ന് മിൻ മാഇൻ ഗൈരി ആസിൻ. പകർച്ച. വൈര് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. വൈര് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. ആസിൻ അല്ലാത്ത. ആസിൻ എന്ന് പറഞ്ഞാൽ പകർച്ച. അപ്പൊ നിറപ്പകർച്ച, രുചിപ്പകർച്ച എന്നൊക്കെ പെടും. രുചി വ്യത്യാസം, നിറവ്യത്യാസം ഒക്കെ പെടും. അപ്പൊ പകർച്ച വ്യത്യാസം, പകർച്ച ഇല്ലാത്ത വെള്ളത്തിൽ നിന്നുള്ള നദികൾ, മാറ്റം വരാത്ത, കലക്കമില്ലാത്ത, നിറമോ രുചിയോ വ്യത്യാസപ്പെടാത്ത വെള്ളത്തിൽ നിന്നുള്ള നദി. അതാണ് മിൻ മാഇൻ ഗൈരി ആസിൻ. എന്താണ്? മിൻ മാഇൻ ഗൈരി ആസിൻ എന്ന് പറയട്ടെ. മനസ്സിലായി? ഇനി 2 എല്ലാം അൻഹാർ കൂട്ടി പറഞ്ഞ. രണ്ടാമത്തത് മിൻ ലബനിൻ. മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു. എന്ന് പറഞ്ഞാൽ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു എന്ന് പറയും. മിൻ ലബനിൻ ലം യതഗയ്യർ. കാണാൻ പറയണം. മിൻ ലബനിൻ
ലം യതഗയ്യർ തഅമുഹു എന്ന് പഠിക്കാം. അതാ മടുത്തുപോയാ എന്ന് പഠിക്കാം. മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു. കാണാൻ പഠിക്കാൻ കൈകാൽ വിചാരിച്ച് പഠിക്കരുത്. അത് പറ്റും, വ്യത്യാസം സംശയം വേണ്ട, പറയാൻ കാണാൻ പഠിച്ച അർത്ഥം പറഞ്ഞില്ല എന്ന് പഠിക്കും. പഠിക്കാം കാണാതെ രണ്ടാമത്തത് ലബനാണ്, പാലാണ്. പാലിന്റെ നദി. എന്താണ് ആ പാലിന്റെ പ്രത്യേകത? ലം യതഗയ്യർ, അത് ഒരിക്കലും മാറ്റം വരികയില്ല. ത്വഅമുഹു, അതിന്റെ രുചി. അപ്പൊ പാല്, ഇന്നത്തെ പാല് നാളേക്ക് തൈരാകും, മോരാകും, അതിന്റെ മാറ്റങ്ങൾ വരും, അതിന്റെ രുചിയിൽ മാറ്റം വരും. എന്നാൽ ഇവിടെ അതിന്റെ ത്വഅമെന്താ? ഭക്ഷണമല്ലേ. അവിടെ ത്വഅമ കൊണ്ട് ഉദ്ദേശിച്ച രുചിയാണ്. തഗയ്യറ എന്ന് പറഞ്ഞാൽ തഗയ്യറ മാറ്റം വരിക. ലം യതഗയ്യർ, മാറ്റം വരികയില്ല. ത്വഅമുഹു, അതിന്റെ രുചി എന്നും അത് പാലിനായിരിക്കും, സ്വർഗത്തിലേത്. അതിന്റെ വേറൊരു മാറ്റം അതിന് വരില്ല. ആ പാൽ ഒരിക്കലും വേറെ എന്തെങ്കിലും വസ്തുവായി മാറില്ല. അങ്ങനെയുള്ള ലബനിന്റെ നദി. മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു. രുചി വ്യത്യാസം വരാത്ത പാല്. എന്താണ് രുചി വ്യത്യാസം? ത്വഅമ രുചിയാണ്. രുചി വ്യത്യാസം വരാത്ത പാലിൽ നിന്നുള്ള നദി. അപ്പൊ ഒന്നെന്താണ്? മിൻ മാഇൻ ഗൈരി ആസിൻ. എന്താണ്? രണ്ട് മിൻ ലബനിൻ ലം. ഞാൻ രണ്ടും കാണാൻ പറ്റട്ടെ. കാണതല്ലേ ഒന്നും പഠിയാ. ഇനി മൂന്നാമത്തത് മിൻ ഖംറിൻ. മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. പറയട്ടെ. മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. എന്ന് പഠിക്കാം. മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. എന്ന് പറയട്ടെ. ഖംർ ഖംർ. മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. എന്ന് പറയട്ടെ. മൂന്നാമത്തെ സ്വർഗത്തിലെ നദി കള്ളിന്റെ നദിയാണ്. ഖംർ. ഖംർ ആണ് കള്ള്, മദ്യം. ലദ്ദത്തിൻ, അത് എങ്ങനെയുള്ള കള്ളാണ്? ഈ ലഹരി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്ന കള്ളല്ല. അത് ലദ്ദത്താണ് എന്ന് പറഞ്ഞാല് നല്ല ഒറിജിനൽ, പിന്നെ എന്താ പറയാ, സത്ത്. അത് നമ്മളെ പഴവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഈ ലഹരി ബാധിക്കാത്ത കള്ള്, അത് ലദ്ദത്താണ്. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആസ്വാദകരമായ. ഷാരിബിൻ, ഷാരിബ് എന്ന കുടിയൻ. ഷാരിബിൻ കുടിയന്മാര്. ഷാരിബിൻ ശൈവ കുടിച്ചു, ഷാരിബ് കുടിയൻ, ഷാരിബിൻ കുടിയന്മാര്. അപ്പൊ കുടിക്കുന്ന ആളുകൾക്ക്, കല്യാണം നടന്നിട്ടല്ല, കുടിക്കുന്ന ആളുകൾക്ക് എന്താണ്? അതിലെ ഖംർ ലദ്ദത്താണ്. അത് നല്ല രുചിയുള്ള ആസ്വാദകരമായ കള്ളാണ്. ഷാരിബ് കുടിയൻ, ശൈവ കുടിച്ചു. ശൈവ ഷുർബ് എന്ന് പറഞ്ഞാലല്ലോ. ശൈവ കുടിച്ചു, ഷാരിബ്
ഇല്ലല്ലോ, അത് പാടില്ല. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ ലഹരി ബാധിക്കുമെന്ന് ഖുർആൻ വേറെ ആയത്താണ്, വേറെ ആയത്തുകളുണ്ട്. ഇവിടെ ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സ്വാദ്, നല്ല സ്വാദുള്ളതിനെ ലദ്ദത്ത് എന്ന് പറയാം. അതെ, കുടിക്കുന്നവർക്ക് സ്വാദുള്ള കള്ള്, കുടിക്കുന്നവർക്ക് സ്വാദുള്ള കള്ളിൽ നിന്നുള്ള മിൻ. മിൻ എന്ന് പറഞ്ഞാല് എന്താണ്? അൻഹാറും മിൻ, അൻഹാറും മിൻ, അൻഹാറും മിൻ. അതാണ് സ്വർഗത്തിലെ തജീബിൻ തഹത്തിയൽ അൻഹാർ എന്ന് പറയുന്ന ആ അൻഹാർ ഏതൊക്കെയാണ്? ഒന്ന് മിൻ മാഇൻ ഗൈരി ആസിൻ, രണ്ട് മിൻ ലബനിൻ ലം യതബയ്യ, മൂന്ന് മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബിൻ. ഇനി നാലാമത്തത് മിൻ അസലിൻ മുസഫ. മിൻ അസലിൻ മുസഫ പറയട്ടെ. കാണാതെ മിൻ അസലിൻ മുസഫ പറയട്ടെ. മിൻ അസലിൻ മുസഫ കാണാതെ 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 തേൻ. നാലാമത്തെ തേനിന്റെ നദിയാണ്. മുസഫ എന്ന് പറഞ്ഞാല് പരിശുദ്ധമായ ഒറിജിനൽ തേൻ. തേൻ നമ്മുടെ നാട്ടിലെ തേൻ എന്ന് പറഞ്ഞാൽ ഏത് തേനും ആര് തേൻ വിട്ടാലും പറയുന്നത് ഇത് ഒറിജിനലാണ്. എങ്ങനെയാണ്? ഒറിജിനൽ അല്ലാതെ ഒരാളും തേൻ വെക്കലില്ല. ഇത് നല്ല വയനാട്ടിലെ തേനാണ്, ഒറിജിനൽ തേനാണ്, നിലമ്പൂർ തേൻ ഒറിജിനൽ തേനാണ്. ഒറിജിനൽ തേൻ എന്നല്ലാതെ പറയാതെ ആരും വെക്കലില്ല. എല്ലാ തേനും അങ്ങനെ പറയാം. മനസ്സിലെ പറഞ്ഞ നാട്ടിലെ ഏത് തേൻ എടുത്താലും ഒറിജിനൽ എന്ന് പറയാതെ തേൻ വെക്കലില്ല. എന്നാൽ അതൊന്നും ഒറിജിനൽ ആവണമെന്നില്ല. ഒറിജിനൽ തേനാണെന്നുണ്ടെങ്കിൽ അത് മതി. ഒറിജിനൽ അവനാന്റെ പറമ്പിൽ നിന്ന് ഒരു തേനീച്ചക്കൂടിൽ നിന്ന് അത് സ്വന്തം കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത് കുപ്പിയിലാക്കിയുള്ള ഒറിജിനൽ തേനാ വിചാരിച്ചോളി. ബാക്കിയുള്ള തേന് അത് എങ്ങനെ ഏത് ആദിവാസി ഉണ്ടാക്കിയ തേനാന്ന് പറഞ്ഞാലും കാട്ടിൽ കിട്ടിയാന്ന് പറഞ്ഞാലും അതിലൊക്കെ കൃത്രിമങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ ഒറിജിനൽ തേന കിട്ടിയാൽ ആ തേൻ എന്താണ്? അത് ശമനം തന്നെയാണ്, രോഗശമനമാണ്. ആ തേനെ സുഖപ്പെടുത്താത്ത ഒരു അസുഖമില്ല. മനസ്സിലായില്ല? അത് എന്താവണം? ഒറിജിനൽ തേനും ആവണം, അതിൽ ഈമാൻ. ഒറിജിനൽ തേനും ആകണം, ആ തേന് ശിഫയാണെന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞാണ് തേൻ ശിഫയാണെന്ന്. അതിൽ വിശ്വാസം വേണം. അത് രണ്ടുണ്ടെങ്കിൽ ഒരു സഹാബി തേൻ കുടിച്ചിട്ട് റസൂൽ പറഞ്ഞു, അദ്ദേഹം അവരാനെ പറഞ്ഞു വയറിന് ഭയങ്കര പ്രശ്നം, അപ്പം സഹിക്കാൻ കഴിയാത്ത വേദനയും പ്രയാസം. റസൂൽ തേൻ കുടിക്കാൻ പറഞ്ഞു. തേൻ കുടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു റസൂൽ അത് മാറുന്നില്ല. അപ്പൊ വീണ്ടും റസൂൽ പറഞ്ഞു ഇനിയും കുടിക്കുന്നതാണ്. രണ്ടാമതും കുടിച്ചു. എന്നിട്ടും നബിയോടൊപ്പം റസൂൽ കുടിച്ചിട്ട് മാറുന്നില്ല. മൂന്നാമത്തെ വഴക്കം വന്നു. അപ്പൊ റസൂൽ പറഞ്ഞ് ഒന്നുകിൽ നീ കുടിക്കുന്ന തേനിന്റെ കുഴപ്പം, അല്ലെങ്കിൽ നിന്റെ വള്ളക്ക് വേറെന്തോ കുഴപ്പം. രണ്ടാമതൊന്നല്ല, തേനിന്റെ ഒരു പ്രശ്നമില്ല. ഒറിജിനൽ തേൻ എന്താണ്? ഷിഫയാണെന്ന് ആര് പറഞ്ഞതാണ്? അപ്പൊ രണ്ട് കാര്യം ഉണ്ടാവും. അപ്പൊ ഇവിടെ സ്വർഗത്തിലെ 4 നദികൾ. ഒന്ന് മാ ആണ്, വെള്ളത്തിന്റെ നദിയാണ്, അത് ഗൈറുഹാസിനാണ്. 2 ലബനാണ്, അത് ലബനാണ്. 3 ഖംറാണ്, അത് ലദ്ദത്തുൽ ലിശ്ശാരിബീനാണ്. 4 അസലാണ്, അത് മുസഫയാണ്. ഈ 4 കാര്യങ്ങൾ ഇനി മുതൽ നമ്മൾ ഖുർആൻ ഓതുമ്പോ ഈ ജന്നാത്ത് തജ്രീ മിൻ തഹ്തിൽ അൻഹാർ എന്ന് നമ്മൾ ഓതുമ്പോൾ നമ്മളെ മനസ്സിൽ ഈ 4 നദികളും അത് ഖുർആൻ പറഞ്ഞ് നമ്മളെ മനസ്സിലേക്ക് വരണം. ഇനി ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, നമ്മൾ കുറെ കാലമായല്ലോ ഈ ആയത്ത്, ഇത്തരം ആയത്തുകൾ ഓർമ്മിക്കുന്നുണ്ട്. ഇത്തരം ആയത്തുകൾ ഇമാമ് ഓരോന്നും കേൾക്കാൻ തുടങ്ങിയിട്ടും നമ്മൾ ഓതൽ തുടങ്ങിയിട്ട് കുറെ കാലമായി അല്ലെ? ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിൽ അൻഹാർ. ഇന്ന് രാവിലെ വരെ നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ രാവിലെ വരെ ഇങ്ങനൊരു കാര്യം അറിയുമായിരുന്നോ? സ്വർഗത്തിലെ 4 നദികളെ സംബന്ധിച്ച് അതറിയും, അത് പോരാ. അപ്പൊ ഇനി ഇത് ഈ ഒരു പിന്നെ ഈ 4 ഖുർആനിലെ ശരിക്കും ഈ പഠിച്ച കാര്യത്തിന് പ്രത്യേകത കാണാതെ പഠിക്കാതെ ഒരാളും ഉണ്ടാവരുത്. അതിന്റെ ഒരു വസിയത്താണ്.
കാണാതെ പഠിക്കാത്ത ഒരാളും ഉണ്ടാകരുത്. കാരണം എത്രയും തവണ ആവർത്തിച്ചു വരുന്ന ഖുർആനിലെ ആയത്ത് വളരെ അപൂർവമാണ്, അപൂർവമായത്താണ്. അപ്പൊ അത്രയും ആയത്തിന്റെ ഒരു തദബ്ബുറാണ് പറഞ്ഞത്. ഇത് പഠിച്ചാൽ ഒരുപാട് ആയത്തുകളുടെ വിശദീകരണം മനസ്സിലായി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, മനസ്സിലായില്ല. സമൂസ തിന്നത് കയറിയ പറഞ്ഞ മനസ്സിലായില്ല. അതായത് നമ്മൾ ഒരുപാട് തവണ തജ്രീബിൻ തഹ്തിയൽ അൻഹാർ എന്ന് ഓതുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരുപാട് ആയത്തുണ്ട് അല്ലെ? ആ മുഴുവൻ ആയത്തുകളുടെയും വിശദീകരണം ഈ ഒറ്റൊന്ന് പഠിച്ചാൽ മനസ്സിലായി എന്നാ പറഞ്ഞത്. അപ്പൊ ഓതുമ്പോ ഇനി കാര്യം നമ്മൾ മനസ്സിൽ വേണം. ഇനി സൂറത്ത് മുഹമ്മദ് ഒന്ന് മറിക്കുക. ആ സൂറത്ത് മുഹമ്മദ് മറിക്കുക, സൂറത്ത് മുഹമ്മദ് മറിക്കുക. സൂറത്ത് മുഹമ്മദ് എത്രാമത്തെ അധ്യായം? 47. അതിലെ 15-ാമത്തെ ആയത്ത് നോക്കുക. 15-ാമത്തെ ആയത്ത് കണ്ട. മസലുൽ ജന്നത്തില്ലതി വഅദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫാ. ഈ ബാക്കിയുള്ളത് ഇനി അതിലെ പഴവർഗ്ഗങ്ങളെ പറ്റിയാണ്, ഫ്രൂട്ട്സിനെ പറ്റിയാണ്. എന്താ അറിയോ, നമ്മളെ ഒരു മിനിറ്റ് നമ്മൾ ശ്രദ്ധിക്കുക. സ്വർഗത്തിലെ എല്ലാ കാര്യങ്ങളും പിന്നെ നന്നായി ആസ്വദിക്കണം. സ്വർഗത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് ശരിക്ക് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കാണണം സ്വർഗം. എന്നിട്ട് നമ്മൾ ആ കാണുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ ആത്മാർത്ഥമായി നമുക്ക് സ്വർഗത്തെ കുറിച്ച് പിന്നെ എന്താ പറയാ, സ്വർഗം അള്ളാഹുവോട് നമുക്ക് ചോദിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മളെ പലതും സ്വപ്നം കാണല്, പിന്നെ പല കാര്യങ്ങളും സ്വപ്നം കാണും. നമ്മുടെ സ്വർഗത്തിലെ വീടിനെ പറ്റി പറഞ്ഞപ്പോ, ഉറഫ് പറഞ്ഞപ്പോ ശരിക്ക് ആ ഒരു ഉറഫ് ഇപ്പൊ നമുക്കുള്ള ഉറഫ് ഏതായിരിക്കും പഠിച്ചവനെ, എങ്ങനെയായിരിക്കും പഠിച്ചത്? ഓരോരുത്തർക്കും ഓരോ ഉറഫാണ്, വ്യത്യാസം ഉണ്ടാവും. എല്ലാവർക്കും ഒരേ ഉറഫല്ല. എന്റെ ഉറഫ്, എന്റെ സ്വർഗത്തിലെ വീട് എങ്ങനെയായിരിക്കും പഠിച്ചവനെ, അതൊന്ന് സ്വപ്നം കാണാൻ. അപ്പൊ നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച് ഒരുപാട് കാലം നമ്മൾ സ്വപ്നം കണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു വീട്, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ വീട് താമസിക്കുന്ന ദിവസം, ആ വീടിന്റെ ഡോറ് കടന്ന് നമ്മൾ അതിന്റെ ആ താമസ ദിവസം ഡോറ് കടന്ന് വീട്ടിൽ കടക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയാ, ഒരു ശാരീരികവും മാനസികവുമായ എല്ലാത്തിനും അനുഭൂതി ഉണ്ടാവും നമ്മളെ വീട്ടിലേക്ക് കടന്ന് താമസിക്കും. സ്വർഗത്തിലെ ഈ വീടിന്റെ കവാടം നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സ്വഹാബികൾക്ക് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പൊ ആർക്കാണ് ഈ പറഞ്ഞു കൊടുക്കാൻ അറിയാം? ശരിക്കും സുഖിച്ച് ജീവിച്ച ഒരു വിഭാഗമാണ്. നന്നായി കണ്ടുപിടിച്ച്, നന്നായി പിന്നെ വ്യഭിചരിച്ച്, നന്നായി നാട്ടിൽ പിന്നെ ഉണ്ടായിസം നടത്തി എല്ലാ നിലക്കും സുഖിച്ച് ജീവിച്ച ആൾക്കാരാണ്. ആര്? ഈ നബിന്റെ മുന്നിലുള്ള ആൾക്കാർ. കാരണം ജീവിതത്തിൽ പിന്നെ ഏതൊക്കെ വ്യത്യസ്ത പ്രായങ്ങളിൽ ഏതൊക്കെ സ്ത്രീകളുമായി ജീവിതം നടത്താൻ പറ്റുമോ അതിനു വേണ്ടി മാത്രം ജീവിച്ചവരാണ്. അത് ജേട്ടൻ, അനുജൻ, വാപ്പ മക്കളിൽ പ്രശ്നമില്ല, അവർക്ക് ജീവിതം അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ജീവിച്ച ആൾക്കാർ ഒരു സംസ്കാരമല്ല. അവർ ആ രൂപത്തിൽ ജീവിച്ച അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ മോഹങ്ങളാണ്. ഇപ്പൊ ഇംറുൽ ഖൈസ് എന്ന് പറഞ്ഞ ഒരു കവി ഉണ്ടല്ലോ, അത് കേട്ടിരിക്കും. ഇംറുൽ ഖൈസിനെ പറ്റി കേട്ടിരിക്കും. അറബി സാഹിത്യത്തിന്റെ പിന്നെ തറവാടിന്റെ കാലം അറിയപ്പെടുന്ന ഇംറുൽ ഖൈസ്. പിന്നെ ഒരുപാട് കവിതകൾ അവരൊക്കെ അങ്ങനെ രചിച്ചിട്ടുണ്ട്. അങ്ങനെ കവിതകൾ മുഴുവനും എന്താണെന്ന് അറിയാം, 3 വിഷയങ്ങളാണ്. ഒന്ന്, കവിതകൾ മുഴുവനും വർണ്ണിച്ചത് സ്ത്രീകളെ സംബന്ധിച്ചാണ്. അപ്പൊ നമ്മളെ ചില ഈ മാല കിതാബുകളിൽ, മുഴുവൻ കിതാബുകളിൽ വരെ അത്തരം വർണ്ണങ്ങൾ വരും. ആൾക്കാർക്ക് അർത്ഥം അറിയാം. ഇപ്പൊ മൂലായ സലീമസായി എന്ന് പറഞ്ഞ
ആ ഒരു പിന്നെ കവിതാ സമാഹാരത്തിൽ ഒരുപാട് ഒരു കാമുകിയെ വർണ്ണിക്കുന്നുണ്ട്. ആ കാമുകിയുടെ പിന്നെ ശരീരത്തിന്റെ അവയവങ്ങളെ ലാവണ്യങ്ങളെ പറ്റിയിട്ട് മുഖബിരൻ മുതിബിരൻ അവളെ മുന്നും പിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വർണ്ണിക്കുന്നുണ്ട്, പച്ചയായി വർണ്ണിക്കുന്നുണ്ട്. ഇതൊന്നും പല ആൾക്കാർക്ക് അതിന്റെ അർത്ഥങ്ങളൊന്നും അറിയാം. അപ്പൊ അവരുടെ കവിതകളിലൊക്കെ കാണുന്നത് പെണ്ണിനെ വർണ്ണിക്കുക, കണ്ണിനെ വർണ്ണിക്കുക, ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്ത് ജീവിച്ചവരാണ് അവർ. അവരാണ് കൊണ്ട് മാറണത്. എന്നിട്ട് അവര് പിന്നെ കാണുന്ന സ്വപ്നം കാര്യം, അവർ ഈ ദുനിയാവിലെ ഇത്തരം അനുഭൂതികളൊക്കെ അതിന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിച്ച ആൾക്കാരാണ്. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇരുത്തിൽ പറഞ്ഞു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ സദസ്സിൽ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവരിങ്ങനെ സാമൂഹിക കേട്ടിരിക്കുക. എങ്ങനെ അവരെ ഇരുത്തത് പറഞ്ഞാൽ, തലയിലൊരു പക്ഷി ഇരിക്കാൻ, തലയിലൊരു പക്ഷി ഇരിക്കണ പോലെ. എന്താ തലയിൽ പക്ഷി ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കുക? അത് ഇളക്കാൻ പറന്നു പോകും. ഇത് ഹദീസിലുള്ളതാ. അവരുടെ പിന്നെ അവരുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കുന്ന പോലെ അവരിങ്ങനെ ഇരിക്കും, അനങ്ങാതെ റസൂലിന്റെ വാക്ക് കേട്ടിരിക്കാം. ഒരു സൂചി വീണാൽ അതിന്റെ ശബ്ദം കേൾക്കും. അത്രയും പിന്നെ സൈലന്റ് ആയി ശ്രദ്ധിച്ച് അവർ കേട്ടിരിക്കുക, ഒരു വാക്കുപോലും ഒഴിവായി പോകാതെ കിട്ടുന്ന ആ സമയം പൂർണ്ണമായി അവർ ശ്രദ്ധിക്കണം. റസൂലിന്റെ സ്വഹാബത്തിന്റെ പ്രത്യേകത. അപ്പൊ റസൂൽ അന്ന് പറഞ്ഞു കൊടുക്കുന്ന വിഷയം സ്വർഗത്തിന്റെ കവാടങ്ങളെ പറ്റിയിട്ടാണ്. സ്വർഗത്തിന്റെ കവാടങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ സ്വർഗത്തിന്റെ വാതിൽ 8 വാതിലുണ്ട്. ബാബു സ്വലാ, ബാബു സക്കാ, ബാബുൽ ഹജ്ജ് വൽ ഉംറ, ബാബുൽ ജിഹാദ്, ബാബുൽ റയ്യാൻ, അങ്ങനെ 8 വാതിലിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. അപ്പൊ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സദസ്സിലുണ്ട്. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിച്ചു, റസൂലേ 8 കവാടത്തിലൂടെയും ഒരാൾ കടക്കണം എന്ന് ആഗ്രഹിച്ചാല്, 8 കവാടം, ഓരോരുത്തർക്കും ഓരോ കവാടങ്ങളാണ്, 8 കവാടത്തിലൂടെയും ഒരാൾക്ക് കടക്കണം എന്ന് ആഗ്രഹിച്ചാല് റസൂലെ പിന്നെ അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, താങ്കൾ അതിൽ പെടണമെന്നാണ് എന്റെ ആഗ്രഹം. കണ്ണ് നടക്കുന്ന ആലോചിച്ചു. സ്വർഗത്തിന്റെ അവരെ ആ മനസ്സാണ്. 8 കവാടത്തിലൂടെയും കടക്കാൻ എനിക്ക് പറ്റുമോ റസൂലേ എന്നാ ചോദിക്കണം. അപ്പൊ സ്വർഗം ഇങ്ങനെ കാണാൻ, അതിങ്ങനെ സ്വപ്നം കാണാൻ, അത് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച്, പടച്ചോനെ ഞാൻ അവിടെ എത്തുമോ, അതൊക്കെ കടക്കാൻ എനിക്ക് കഴിയുമോ പടച്ചോനെ, എനിക്കുള്ള വീട് എങ്ങനെയായിരിക്കും പടച്ചോനെ, ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് സ്വപ്നം കാണാൻ. നമ്മളൊക്കെ എന്തിനെ പറ്റിയ സ്വപ്നം? നമ്മുടെ ദുനിയാവിൽ നമ്മൾ സ്വപ്നം കാണുന്ന കുറേ കാര്യങ്ങളില്ലേ. നമ്മുടെ മക്കളുടെ ഭാവി, നമ്മുടെ ഒരു പിന്നെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീട്, നമ്മുടെ ഒരു കച്ചവട സംരംഭം, ഇങ്ങനെ പലതും നമ്മൾ ദുനിയാവിൽ നമ്മളിങ്ങനെ സ്വപ്നം കാണാം. പക്ഷെ ഈ സ്വപ്നങ്ങൾക്കിടയിലാണ് നമ്മുടെ യാത്ര എന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും. അല്ല, നിങ്ങളിപ്പോ പിന്നെ രാത്രി കിടന്നുറങ്ങിയ ആൾക്കാരെ വീട്ടിൽ കിടന്നുറങ്ങി പുലർന്നപ്പോ വീടില്ല, വീട് ഒഴിച്ചുപോയി. വീട് മാത്രല്ല, 10 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ എത്ര കാശ് കൊടുത്ത് വാങ്ങിണ്ടാകുക, ആ സ്ഥലം ഒലിച്ചുപോയി. അതിലെ പറമ്പിന്റെ ആധാരം ഒലിച്ചുപോയി, വീട് ഒലിച്ചുപോയി, ആൾക്കാർ ഒലിച്ചുപോയി, ആ വീട്ടിലുള്ള മുഴുവൻ സമ്പത്ത് ഒലിച്ചുപോയി. എന്തെല്ലാം കണക്കൂട്ടിയിട്ടായിരിക്കും രാത്രി കിടന്നുറങ്ങിണ്ടാകുക. ഇത് ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അത് നിസ്സാരമായ കാര്യമില്ല. അതുകൊണ്ടാണ് കുലാദ് ബിറബ്ബിൽ ഫലക്ക് രാത്രി കണക്ക് പോകണം എന്നറിയില്ല. എത്ര ആൾക്കാർക്ക് അറിയും കുലാദ് ബിറബ്ബിൽ ഫലക്ക് എന്ന് പറയുന്നത്? കുലാദ് ബിറബ്ബിൽ ഫലക്ക് രാത്രി കണക്ക് പോകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ? കുൽഅഊദു ബിറബ്ബിൽ ഫലക്ക്, പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, കാവലിനെ ചോദിക്കുന്നു. ഓരോ പുലരിയും ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ്. ഇന്ന് ഇപ്പൊ ഒരു വിഷയം ഉണ്ടെങ്കിൽ നാളെ വേറെ വിഷയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെപ്പറ്റി പിന്നെ പ്രളയം, ദുരന്തം, മഴ വന്നു, പിന്നെ ഒരുപാട് വീട് വിളിച്ചു പോയി, പലതും നമ്മൾ പറഞ്ഞു. നാളെ വേറൊരു വിഷയമാണ്, മറ്റന്നാൾ വേറൊരു വിഷയം. ഓരോ പുലരെയും നീ സൃഷ്ടിച്ചതിന്റെ ഷർറിൽ നിന്ന് പടച്ചോ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കൾക്കും ഖൈറും ഷർറുണ്ട്. നമ്മൾ താമസിക്കുന്ന വീടിന്, നമ്മുടെ മക്കള്, നമ്മുടെ സമ്പത്ത്, നമ്മൾ കുടിച്ച വെള്ളം, നമ്മൾ തിന്നുന്ന അന്നം, എല്ലാ വസ്തുക്കൾക്കും ഖൈറും ഷർറുണ്ട്.
ഒരു ഗ്ലാസ് ശുദ്ധമായ പാല് കുടിച്ചു, ആരോഗ്യം നന്നായി. നമ്മളൊരു ഭക്ഷണം ഉടനെ കഴിച്ചു, അതോടുകൂടിയിട്ട് നമുക്ക് ആകെ പ്രശ്നമായി, ആരോഗ്യത്തിന് പല അസുഖങ്ങളും വന്നു. നമ്മൾ ഓരോന്നും ഹൈറും ഷെറുണ്ട്. അതുകൊണ്ട് പഠിച്ചവനെ ഷെറിൽ നിന്ന് കാക്ക് പഠിച്ചവനെ. മനുഷ്യരെ വാസകൻ ഇതാ വാക്കത്. എന്താ മനുഷ്യരെ വാസകൻ ഇതാ വാക്കത്? രാത്രി ഇരുൾ മൂടിയാൽ, രാത്രി ഇരുൾ മൂടിയാൽ ഉണ്ടാകുന്ന ഷെറിൽ നിന്ന് എന്താ? രാത്രിയെ പകലിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും ഒരേ സംഗതിയാണെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് രാത്രിയാണെങ്കിലും കൂടും. ഒരേ ദുരന്തം പകല് നടന്നാലും രാത്രി നടന്നാലും, രാത്രി ഇരുൾ മൂടിയതിനു ശേഷം ഒരു ദുരന്തം നടക്കുകയാണെങ്കിൽ അതിന്റെ ഗൗരവം വർദ്ധിക്കും. അല്ലെ? അങ്ങനല്ലേ? അതിന് രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സാണ്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാകും. രാത്രിയിൽ പകലിങ്ങനെ മരങ്ങനെ ഇളകി മറിഞ്ഞ് മേലിങ്ങനെ വരികയാണ്. പകലാണ്, അവിടുന്ന് ഇറങ്ങിയിട്ട് ഓടാൻ പറ്റും. രാത്രി ഒന്നും അറിയില്ല, രാത്രി ഒന്നും കൊണ്ടിട്ട് പോവുകയുള്ളൂ. മനുഷ്യരുടെ വാസം എന്നിതാവക്കം. രാത്രി ഇരുൾ മൂടിയാൽ ഉണ്ടാക്കുന്ന ഷെറില്ലെന്ന് ഒരു നിസ്സാര കാര്യം. രാത്രി കടന്നുറങ്ങുമ്പോ മഅബദത്തെ ഇനി ഓതണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ സ്വർഗത്തെ കാണാൻ നമ്മള് മനുഷ്യന്മാര് ഒഴിച്ചു പോയതും എത്ര ആൾക്കാർ മരിച്ചു? 29 ആള് കറക്റ്റ് കണക്ക്. ഇന്നലെ 20 ആള് നിന്ന് 29 ഇപ്പൊ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും എന്നൊക്കെയുള്ള കണക്ക്. ഒലിച്ചു പോയ ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ ഒലിച്ചു പോയി, കാണാനില്ല. പക്ഷേ അതിന്റെ മനുഷ്യന്മാര് മാത്രമല്ല, അതിന്റെ കൂടുതൽ കുറെ ജന്തുക്കൾ ഒലിച്ചുപോയി, കുറെ മൃഗങ്ങൾ ഒലിച്ചുപോയി. അതിനൊന്നും കണക്കില്ല. ശരിക്കും അതിന്റെ കണക്കാ വേണ്ടത്, നമ്മളെ കണക്കല്ല. കാരണം ഈ രോഗം ഓലതാണ്. അവർക്ക് സ്വർഗം നരകമൊന്നുമില്ലല്ലോ, അവർക്കുള്ള രോഗത്താണ്. പക്ഷെ നമുക്കുള്ള രോഗമല്ല ഇത്, നമ്മളെ രോഗമല്ല ഇത്. നമ്മൾ ഇവിടെ തൽക്കാലം ഒരു പതിക്കാൻ ഒരു യാത്രക്കാരൻ അത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ രോഗം വരാനിരിക്കണം, നമ്മളെ രോഗമല്ല, നമുക്ക് രോഗം വരാണ്ട്. ഇവിടെ ജന്തുക്കളും ജീവജാലങ്ങളും പറവകളും ഒക്കെ അതിലേക്ക് ഇതേ ഉള്ളു രോഗം, ഒരു സ്വർഗം നരകമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആധാറുണ്ട്, റേഷൻ കാർഡുണ്ട്, ഐഡന്റി കാർഡ് ഉണ്ട്, നമ്മളെ 10 പേരിലും വെക്കണം, ഒക്കെ വേണം. നമ്മളൊരാൾ പോയാൽ കണക്കുണ്ട്, കൃത്യമായ കണക്കുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കുള്ള രോഗം വേറെ, രണ്ടാമത്തെ രോഗം. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഒരു ഇതിനിടക്ക് നമ്മൾ യാത്ര പോകുന്നല്ലേ. ഞാന് എന്നുള്ള വിഷയം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മളെ പരപ്പനങ്ങാടിയിൽ ഇന്നലെ രാവിലെ ഒരു ദുരന്തം ഉണ്ടായി. ദുരന്തം എന്താന്ന് വെച്ചാൽ നമ്മളെ പരപ്പനങ്ങാടിക്ക് അടുത്ത് പാലത്തിങ്ങൾ നമസ്കാരം, അവിടെ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ഗുഡ്സ് ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. അയാളുടെ ഭാര്യയും കൂടി അയാളുടെ ഭാര്യയും അയാളുടെ ബന്ധവും കൂടി 3 ആളും കൂടി ഇയാളെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത്. പാവങ്ങളാണ്. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവര് ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവര് റെയിൽവേ സ്റ്റേഷനിലേക്ക് രാവിലത്തെ ലോക്കലിലാണ് പോയാൽ ഒരു ₹7 കൊടുത്താൽ കോഴിക്കോട് എത്താം. അപ്പൊ അതിന് അവര് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവര് വന്ന് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പുറത്തേക്ക് ട്രെയിനിന്റെ മുന്നിലൂടെ. അപ്പൊ അവര് വന്നപ്പോ ട്രെയിനോടെ വന്ന് നിർത്തി പോകാൻ ചൂട പിടിച്ച് റെഡിയായി അതിന്റെ ഇത് തുടങ്ങി, അതിന്റെ യാത്ര തുടങ്ങി. അപ്പോഴാണ് ഇവര് വരണത്. ഉടനെ ഇവരുണ്ടാവും, പെണ്ണുങ്ങൾ രണ്ടാളുമാണ് കടന്നു, ട്രാക്കാണ് മുറിച്ചാണ് കടന്നു. ട്രാക്കാണ് മുറിച്ച് കടന്നിട്ട് വേണം മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ. ബാക്കിൽ ഈ വ്യക്തി രോഗിയായ ഈ പെണ്ണിപ്പര ഭർത്താവ് കടന്നു. പക്ഷെ അവര് സാധു ട്രാക്കിൽ കൊണ്ടുപോയി, ട്രാക്കിൽ തടഞ്ഞു കൊണ്ടുപോയി. എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഇവർക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ അപ്പോഴേക്ക് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വണ്ടിന്റെ ആ മുന്നേ സാധനം കൂലിയാണ് കൊണ്ടുപോയിട്ട് കുറെ ദൂരം കൊണ്ടുപോയി. ഞാൻ രാവിലെ മൊബൈലിൽ നമ്മുടെ ഒരു പ്രവർത്തകനാണ്, സാധാരണ അൻവർ എന്ന് പറയുന്ന പ്രവർത്തകനാണ്. സാധാരണ ഈ റെയിൽവേ ട്രാക്കിലൊക്കെ അപകടങ്ങളെപ്പെട്ടായി കഴിഞ്ഞ കാലം മുന്നൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തകനുണ്ട്. അപ്പൊ അവന്റെ വോയിസ് മെസ്സേജ്, അത് കുറച്ച് ആൾക്കാർ വേഗം പരിസരത്തുള്ളവർക്ക് വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം, കുറച്ച് ആൾക്കാർ അധികം വേണം. അപ്പൊ എന്തിനാണ് ഈ ആൾക്കാർ എന്ന് പറഞ്ഞാല് ഇത് ശരീരം കഷ്ടങ്ങളായിട്ട് ഒരു 500-1.5 കിലോമീറ്റർ ദൂരെ കിടക്കണം, ചിതറി കിടക്കുക. എന്നിട്ട് ആളെന്തിനാന്നറിയാം, കാക്കകൾ കൊത്താൻ വേണ്ടി വരും. ഈ മാംസകഷ്ണം കൊത്താൻ വേണ്ടിയിട്ട് കാക്കകൾ പറന്നു വരികയാണ്. കാക്കകൾ കൊടുക്കാൻ പറ്റില്ല, മനുഷ്യൻ്റെതല്ലേ.
ഈ കാക്കകളെ ആട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 1/2 കിലോമീറ്റർ ദൂരത്തിൽ ആൾക്കാർ നിൽക്കുക. അപ്പോ ഞാൻ പറഞ്ഞത്, ഒരു വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പുറപ്പെട്ടവരെ വരും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി, സാധാരണ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുക. അവിടെ തീരാണ്. ഈമാനും തഖ്വയും തൗഹീദൊക്കെ ഉണ്ടെങ്കിൽ ഷഹീദിന്റെ പദവിയാണ്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ജീവിതം. മനസ്സിലായല്ലോ? ഇത് ശരിക്കും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അപ്പൊ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് എന്ത്, നിങ്ങൾ മുന്നറിയിപ്പൊളി, ആരും കാത്തുക്കണ്ട, സാബിഖു എന്നൊക്കെ പറഞ്ഞില്ലേ. അതിന്റെ അർത്ഥം എന്താ? മുന്നേറുക, ഓടുക. കാത്തുക്കണ്ടെന്ന് പറയുന്ന കാരണം ഒരാൾ വരട്ടെ, നമ്മൾ ആ ബുദ്ധിമുട്ട് കഴിയട്ടെ, ഈ ബുദ്ധിമുട്ട് കഴിയട്ടെ, നമ്മളെ കല്യാണം കഴിയട്ടെ, മക്കളെ പഠിത്തം കഴിയട്ടെ എന്നൊന്നും ആരും കാത്തിരിക്കണ്ട. അതിനൊന്നും ഇപ്പൊ സമയം കിട്ടിയത് വരില്ല. നമ്മളെ തിരക്ക് കഴിയാൻ നമുക്ക് സമയം ഉണ്ടാവണമെന്നില്ല. നമ്മളെ തിരക്ക് തീരാൻ നമുക്ക് സമയം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിച്ച് സാബിഖൂ എന്ന് പറഞ്ഞാൽ ഒരാളെ ബാക്കിലാക്കി മുന്നേറാൻ. മുസാബക്ക എന്ന് പറഞ്ഞ മത്സരമാണ്, ടൂർണമെന്റ്. മുസാബക്ക മുന്നേറണം. നമ്മൾ പറയാറുണ്ട്, ഓടുക, കാത്തു നിൽക്കണ്ട. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ സ്വർഗത്തിലേക്ക് നിങ്ങൾ സ്വർഗ ലക്ഷ്യമാക്കി ഓടുക, സ്വർഗ ലക്ഷ്യമാക്കി കുതിക്കുക എന്നാ പറഞ്ഞത്. ഒരവസരം ഉണ്ടാവില്ല. അള്ളാഹുത്തല പോയപ്പോ ദുൽഹജ്ജ് പറക്കാൻ പോവാണ്. ദുൽഹജ്ജ് ആദ്യത്തെ ദുൽഹലയാൻ അഷ്ർ എന്ന് പറഞ്ഞില്ലേ, 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസമാണ്. അപ്പൊ അതിൽ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ റമദാൻ മാസം. റമദാൻ മാസം എല്ലാവർക്കും മനസ്സിലാവും. റമദാൻ മാസത്തിനേക്കാൾ ശ്രേഷ്ഠതാണ് മഹാന്മാരി ഈ വലയാൽ അഷ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാർ പറഞ്ഞത് റമദാനിന്റെ രാത്രിയും ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 പകലും വളരെ ശ്രേഷ്ഠമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം ഹജ്ജിന്റെ ദിനരാത്രങ്ങളാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ. അപ്പം ഒരുപാട് സദക്കകൾ വർദ്ധിപ്പിക്കുക, ദാനങ്ങൾ വർദ്ധിപ്പിക്കുക, നോമ്പ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ധാരാളമായിട്ടുള്ള അമലുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് അള്ളാഹ് തരുന്ന ഒരു അവസരങ്ങളാണെന്നൊക്കെ. നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു തആല നമുക്ക് തരികയാണ്. അപ്പൊ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. വളരെ കുറഞ്ഞ ആയുസ്. അപ്പൊ ഈ 10 ദിവസം നിസ്സാരല്ല. അടുത്ത ദുൽഹജ്ജ് 10 നമുക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ ആ ദുൽഹജ്ജ് മാസം 10 പറഞ്ഞാൽ അതിന്റെ ആ ശ്രേഷ്ഠത കുത്തുബിലൊക്കെ കേട്ടോ, ഞാൻ വിശദീകരിക്കണില്ല അതിന്റെ ഫളായിലുകൾ. ദുൽഹജ്ജ് മാസത്തിന് ആദ്യത്തെ 10 രാവുകളാണ് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ എന്നാണ്. അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. റമദാൻ നമ്മളെ മനസ്സിലുള്ളതുപോലെ ദുൽഹജ്ജ് മാസത്തിന് ആദ്യത്തെ വലയാലിൻ അശ്ർ പലപ്പോഴും പല ആളുകൾ അത് ഉൾക്കൊള്ളാറുണ്ട്. അപ്പൊ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, സ്വർഗം നന്നായി കൊതിക്കുക, സ്വർഗം നന്നായി ആഗ്രഹിക്കുക. എന്നിട്ട് ആ സ്വർഗം ആഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ശരിക്ക് ആ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വേണം. ആ ചിത്രം വരച്ചു തന്നത് അല്ലേ. അപ്പൊ ഇന്നു മുതൽ നമ്മൾ സ്വർഗത്തിന്റെ ആ ജന്നാത്തുൽ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് ഓതുമ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. എന്തൊക്കെയാണ്? മിൻ മാഇൻ ഗൈരി ആസിനിൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ മിൻ അസലിൻ മുസഫ്ഫ. അതാണ് ഈ ആയത്ത്. കണ്ടോ? സൂറത്ത് മുഹമ്മദിലെ ആയത്ത് കണ്ടില്ലേ? മസലുൽ ജന്നത്തിൽ ലത്തി വഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കി വെച്ച സ്വർഗം. അതിലുണ്ട് അൻഹാർ, നദികൾ. കേട്ടോ? അൻഹാർ, ആ തജ്രിമിൻ തഹ്തിൽ അൻഹാറാണ്. ആ അൻഹാർ ഏതൊക്കെയാണ്? മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ്ഫ. ഇനി ഹദീസിൽ വന്ന ഈ 4 നദികളുടെ പേര്. ഒന്ന് സൈഹാൻ, മുസ്ലിമിന്റെ ഹദീസാണ്. സ്വർഗത്തിലെ 4 നദിയുടെ പേരാണ്. അത് ഇതിൽ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. 4 നദികൾ. ഒന്ന് സൈഹാൻ, 2 ജയ്ഹാൻ. സൈഹൂന്നും ജയ്ഹൂന്നും പറയട്ടെ. ചരിത്രത്തിലൊക്കെ മാവറ നഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. അത് ഈ 2 എണ്ണം, സൈഹാൻ, ജയ്ഹാൻ. പിന്നെ ഫുറാത്ത്, യൂഫ്രട്ടീസ് നമ്മൾ സാധാരണ പറയുന്ന അൽ ഫുറാത്ത്. അൽ നീൽ,
നൈൽ നദി, അന്നീൽ. ഈ 4 സ്വർഗത്തിലെ നദികളുടെ പേരാണ്. അത് ഇവിടുത്തെ യൂഫ്രട്ടീസും ഇവിടുത്തെ നൈലും എന്ന അർത്ഥത്തിലല്ല. സ്വർഗത്തിലെ 4 നദികൾ. നമ്മൾ സാധാരണ ഇവിടെ പിന്നെ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദിക്കാണ് ഫുറാത്ത് പറയാം, നൈൽ നദിക്കാണ് നീൽ എന്ന് പറയാം. ഷെയ്ഹാൻ ജയ്ഹാൻ എന്ന് പറഞ്ഞാൽ 2 നമ്മുടെ ഈ പിന്നെ ഭൂഖണ്ഡത്തിനപ്പുറമുള്ള 2 നദികൾക്ക് പറഞ്ഞ പേരാണ് ഷെയ്ഹാൻ ജയ്ഹാൻ. സൈഹൂൻ ജയ്ഹൂൻ അങ്ങനെ പറയാം. സൈഹൂൻ ജയ്ഹൂൻ അങ്ങനെ പറയാറുണ്ട്. ഹദീസിൽ വന്നത് സൈഹാൻ ജയ്ഹാൻ എന്നാണ്. സൈഹാൻ ജയ്ഹാൻ അൽ ഫുറാത്ത് അന്നീൽ. അൽ ഫുറാത്ത് അന്നീൽ. ഇത് ഹദീസിൽ വന്ന പേരാണ്. സൈഹാൻ ജയ്ഹാൻ അൽ ഫുറാത്ത് അന്നീൽ. ഇതിലല്ല. അപ്പൊ ഈ 4 നദി ഇതിൽ ഈ ഫുറാത്ത് ഏതാണ്, സൈഹാൻ ഏതാണ്, ജയ്ഹാൻ ഏതാണ് നമുക്ക് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അത് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാനും പറ്റൂല. പിന്നെ പല അഭിപ്രായങ്ങൾ പറഞ്ഞുണ്ട്. അഭിപ്രായങ്ങൾ നമുക്ക് അങ്ങനെ പ്രമാണത്തിന്റെ പിൻബലമില്ലാത്തതുകൊണ്ട് നമ്മളത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇത്ര പഠിക്കുക. സ്വർഗത്തിലെ 4 നദികൾ ഹദീസിൽ വന്നത്. ആ 4 നദികളെ പേര് സൈഹാൻ ജയ്ഹാൻ അൽ ഫുറാത്ത് അന്നീൽ. ഈ 4 നദികളുടെ പേര്. ഇതാണ് ഖുർആൻ ഇങ്ങനെ പറയണ അൻഹാർ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഈ 4 നഹറുകളാണ്, അൻഹാറുകളാണ് സൈഹാൻ ജയ്ഹാൻ അൽ ഫുറാത്ത് അന്നീൽ. 4 പിന്നെ ഖുർആനിൽ ആ നദികളുടെ വിശേഷണമാണ് ഈ പറഞ്ഞത്. ഏതൊക്കെയാണ്? 1 ലബന്, 2 ഖംറ്, 3 മാഅ്, പിന്നെ അസൽ. 4 മാഅ്, ലബന്, ഖംറ്, അസൽ. 4 ആ 4 വിശദീകരണം പറഞ്ഞു. മാഅ് ഗൈർ ആസിനാണ്, പിന്നെ ലബന് ലം യതഗയ്യർ തഅമുഹു ആണ്, പിന്നെ ഖംറ് ലദത്തുൽ ലിശാരിബിനാണ്, അസൽ മുസ്തഫ. അത് ഖുർആൻ നമുക്ക് കിട്ടി. സൂറത്ത് മുഹമ്മദിലെ എത്രാമത്തെ ആയത്താണ്? 15-ാമത്തെ. സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ ആയത്തിൽ കൃത്യമായി നമ്മൾ കാണാതെ പഠിച്ച 4 കാര്യങ്ങളും ആ അൻഹാറിനെ സംബന്ധിച്ച് സൂറത്ത് മുഹമ്മദിൽ പറയും. ശരി, അപ്പൊ ഇനി നമുക്ക് നമ്മൾ ആയത്തിലേക്ക് വരാം. സുബ്രഹ്മണ്യം أفمن شرح الله صدره للإسلام. مدنا ഇവിടെ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാക്കിനാനൂനാണ്. സാക്കിനാനൂൻ വന്നത് ഏതാണ്? ഷീനാണ്. അത് ഇർഫായിന്റെ അക്ഷരമാണ്. അപ്പൊ നൂന് വ്യക്തമാക്കാൻ പാടില്ല. കൊടുത്താൽ മതി, പഠിച്ചാൽ മതി. നൂന് വ്യക്തമാക്കാൻ
من ربي ശ്രദ്ധിക്കേണ്ടത് നൂരിൻ എന്ന തൻവീന് ശേഷം മീമാണ്. അപ്പൊ എന്താ ചെയ്യണത്? മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. മീമിലേക്ക് നൂരിൻ എന്ന് പറയാൻ പാടില്ല. നൂറൻ, നൂരിൻ, നൂറുൻ. ആ തൻവീന്റെ നൂര് ഇവിടെ വരാൻ പാടില്ല. ഇത് ഒന്ന് പറഞ്ഞാൽ മതി, മറ്റേ മീമിലേക്ക് ഇദ്ഗാം ചെയ്യാം. എന്നിട്ട് ഉന്നത്ത് കൊടുക്കുക. പിന്നെ സാക്കിന നൂനുണ്ട്, ശേഷം റാ ആണ്. അപ്പൊ ഈ റായിലേക്ക് നൂനിനെ ഇദ്ഗാം ചെയ്യണം. പക്ഷെ ഉന്നത്ത് കൊടുക്കാൻ പാടില്ല, മണിക്കാൻ പാടില്ല. കാരണം റാ ആണ്. റായിന് ലാമിന് മണിക്കാൻ പാടില്ല. മിർ റബ്ബി, മിർ റബ്ബി. ശരിക്കും വായിക്കുമ്പോ മിൻ റബ്ബി, റബ്ബിഹിനാണ്. വഖഫ് ചെയ്യുമ്പോ റബ്ബി, ഈ ഹാദ് പറയാൻ പാടില്ല ഇവിടെ നിർത്തുമ്പോ. അപ്പൊ ഇവിടെ മിർ റബ്ബി ഇങ്ങനെ ഇവിടെ ഉന്നത്ത് പാടില്ല, മണിക്കാൻ പാടില്ല. ഈ നൂനിനെ ചേർക്കണം, ഇദ്ഗാം ചെയ്യണം, പക്ഷെ മണിക്കരുത്. നൂരിൽ നിന്നുള്ളടത്ത് തൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, فهو على نور من ربي، 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 فهو على نور من ربي. أفمن شرح الله صدره للإسلام فهو على نور من ربه. നമ്മൾ ഈ ആയത്തിലെ ഈ ഭാഗം തന്നെ പഠിക്കണുള്ളൂ. അതിന് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പൊ ഇത് കാണാൻ പഠിക്കാം, വളരെ കുറച്ചല്ലേ ഉള്ളൂ, കാണാൻ പഠിക്കാം. അതല്ലേ
ബോർഡിൽ ശ്രദ്ധിക്കാണല്ലോ ഇത്. അഫമൻ എന്ന വാക്ക്, അഫമൻ എന്ന് ഒരായത്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഒരുപാട് ആയത്ത് ഖുർആനിൽ അങ്ങനെ ഉണ്ട്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് തന്നെ ഇനിയും വരുന്നുണ്ട് ഈ അഫമൻ. ഇതൊരു മുഖാറന എന്നാ പറയാ. മുഖാറന എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യാം. ഒരാളെ വേറൊരാളുമായി താരതമ്യം ചെയ്ത് പറയാം, അതിന് മുഖാറന എന്ന് പറയാം. അതിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അം, അതേപോലെ അഫമൻ എന്ന വാക്കൊക്കെ. അഫമൻ എന്ന് പറഞ്ഞാൽ ആ പ്ലസ് ഫ പ്ലസ് മൻ, ഇതാണ് അഫമൻ. അഫമൻ എന്ന ഒറ്റ വാക്കല്ല, മൂന്നെണ്ണം കൂടി ചേർന്നാണ്. ആ എന്ന് പറഞ്ഞാൽ ആണോ, ഹൽ എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ്. ഹൽ ആണോ, ഒരു ചോദ്യചിഹ്നാണ്. ആ ആണോ, ഫ അപ്പോൾ, മൻ യാതൊരുവൻ, ഒരാൾ. അഫമൻ അപ്പോൾ യാതൊരുവനാണോ, ഞാൻ അയാളെ പറ്റി പറയാൻ പോണം. എന്നിട്ട് ഈ ആയത്തിന്റെ രണ്ടാമത്തെ ബാക്കിയില് വേറൊരാളെ പറ്റി പറയണ്ടേ. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുപോലെ ആകുമോ എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ ഖുർആനിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. രാവും പകലും ഒരേപോലെയാണോ, ഇരുട്ടും വെളിച്ചും ഒരുപോലെയാണോ, കണ്ണ് കാണുന്നവരും കാണാത്തവരും ഒരുപോലെയാണോ എന്നൊക്കെ ചോദിച്ച കുറെ ചോദ്യങ്ങൾ ഖുർആനിലുണ്ട്. അതേപോലെ അല്ലാഹു തആല രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയാണ്. എന്നിട്ട് ഇത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ അത് ഏതിലാണ് പെടുക എന്ന് ചിന്തിക്കാനാണ്. പക്ഷെ നമ്മളിതിന്റെ വിശദീകരണം പറയുമ്പോൾ മനസ്സിലാവും. ഈ ആയത്തിന്റെ ഒരു ഭാഗമാണിത്. ഇനി രണ്ടാമത്തെ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അത് ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പെടുമെന്നുള്ളത് നമുക്ക് നോക്കാൻ ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ജീവിതവും ഇതും വെച്ചൊന്ന് പരിശോധിക്കാനാണ് പറയുന്നത്. ഖുർആൻ അതാണല്ലോ. ഖുർആൻ നമ്മുടെ ഇമാമാണ്. നമുക്ക് ഖുർആനെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് പരിശോധിക്കാനാണ്. ഏറെക്കുറെ നമുക്ക് പെടുന്ന ഉത്തരം കിട്ടും. ആ ഉത്തരം എന്താണെന്ന് വെച്ചാല് ഞാൻ ഏതായാലും ഇനിയിപ്പം അങ്ങനൊന്നും ആവുക വിചാരിച്ചിട്ട് തോന്നിയമായി ജീവിക്കാനല്ല, മറിച്ച് എന്താണ്, നമുക്ക് ഒരു മാറ്റം ജീവിതത്തിൽ വരണം, അതിനാണ്. ശരി. അഫമൻ അപ്പോൾ യാതൊരുവനാണോ, അഫമൻ എന്ന് പറഞ്ഞാല് അപ്പോൾ. ശറഹല്ലാഹു, ശറഹ എന്ന് പറഞ്ഞാൽ വിശാലത നൽകി. ശറഹ, ശറഹ അതിന് മുദാരി യശ്റഹു എന്നാണ്. ശറഹ യശ്റഹു, ശറഹു മസ്ദർ ശറഹു, വിശാലത നൽകി. ശറഹ, ശറഹ യശ്റഹു. ആരാണ് വിശാലത നൽകിയത്? അല്ലാഹു. ശറഹ അല്ലാഹു, എന്തിന് വിശാലത നൽകി? സദ്റഹു. എന്താണ് സദ്ർ? സദ്ർ ഹൃദയം. സദ്ർ എന്ന നെഞ്ചാണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് കൽബാണ്, ഹൃദയം. സദ്റഹു അവന്റെ ഹൃദയത്തിന്, അവന്റെ ഹൃദയത്തിന്, ഹൂനറ അവന്റെ, അവന്റെ ഹൃദയത്തിന് അല്ലാഹു വിശാലത നൽകി. എന്തിലേക്ക്? ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്. ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്. അപ്പൊ ഇസ്ലാം കൊണ്ട് ഒരാളുടെ ഹൃദയത്തിന് അല്ലാഹു വിശാലത നൽകിയാൽ, ഇസ്ലാമിന്റെ ശരിയായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം അല്ലാഹു ഒരാൾക്ക് നൽകിയാൽ, അതിനാ ഹൃദയം നൽകിയതിന് ഹൃദയം വിശാലത നൽകി എന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഹുവ അവൻ, അപ്പോൾ നോക്ക, അപ്പോൾ ഹുവ അവൻ അലാ നൂരിൻ പ്രകാശത്തിലാണ്. അലാ നൂരിൻ, നൂർ എന്താണ്? പ്രകാശം, പ്രകാശത്തിലാണ്. മിൻ റബ്ബിഹി അവന്റെ റബ്ബിൽ നിന്നുള്ള, മിൻറയിൽ നിന്ന്, അതാണ് മിൻ. മിൻ റബ്ബിഹി അവന്റെ റബ്ബിൽ നിന്നുള്ള പ്രകാശത്തിലാകുന്നു. എന്താണ് പറഞ്ഞത് നമുക്ക് പറയാൻ പോകാം. ഫഹുവ അപ്പോൾ അവൻ അലാ നൂരിൻ മിൻ റബ്ബിഹി അവന്റെ റബ്ബിൽ നിന്നുള്ള പ്രകാശത്തിലാകുന്നു. അപ്പൊ എങ്ങനെ അർത്ഥം പറയാ? അഫമൻ അപ്പോൾ യാതൊരുവനാണോ. ശറഹല്ലാഹു അല്ലാഹു വിശാലത നൽകി. സദ്റഹു അവന്റെ ഹൃദയത്തിന്, ലിൽ ഇസ്ലാം ഇസ്ലാമിലേക്ക്. ഫഹുവ അപ്പോൾ അവൻ അലാ നൂരിൻ മിൻ റബ്ബിഹി അവന്റെ റബ്ബിൽ നിന്നുള്ള പ്രകാശത്തിലാകും. അതാണ് ഒരാൾ.
ഇനി രണ്ടാമത്തെ വ്യക്തി ഇതിന്റെ ബാക്കിയാണ്. മനസ്സിലായി? ഒരാൾക്ക് അള്ളാഹു ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത നൽകുകയും അങ്ങനെ നൽകുന്നതോടുകൂടിയാണ് എന്തിനായി? തന്റെ റബ്ബിൽ നിന്നുള്ള പ്രകാശത്തിലായി. അങ്ങനെയുള്ള ഒരാളും ഇനി രണ്ടാമത്തെ ഒരാളും അവർ രണ്ടുപേരും ഒരുപോലെയാണോ എന്ന് ചോദിക്കാൻ ഈ ചോദ്യചിഹ്നമാണ് ഈ കിടക്കുന്നത്. മനസ്സിലായേ? അത് ഇനി അടുത്ത വാക്യം കൂടി വരുമ്പോഴാണ് എന്നത് ചോദ്യചിഹ്നമായിട്ട് മാറുന്നത്. മനസ്സിലാ പറഞ്ഞേ? പൊതുവെ പറഞ്ഞ അഫമൻ അപ്പോൾ യാതൊരുവനാണോ അല്ലാഹു വിശാലത നൽകി സദ്റഹു തന്റെ ഹൃദയത്തിന് ഇസ്ലാമിലേക്ക് ഫഹുവ അപ്പോൾ അവൻ അലാ നൂരിൻ മിർ റബ്ബിഹി തന്റെ റബ്ബിന്റെ പ്രകാശത്തിലാവുകയും ചെയ്തു. അങ്ങനെയുള്ള യാതൊരുവനാണോ? ബാക്കി അതിന്റെ നമുക്ക് ബാക്കി പൂർണ്ണമായി ബാക്കി പഠിക്കുമ്പോഴാണ്. അപ്പം ഇതിവിടെ നിന്നിട്ട് ഈ എന്താണ് അള്ളാഹു ഈ പറഞ്ഞ ഈ കാര്യം, ഇതാണ് ഒരു വിഭാഗം. ഇസ്ലാമിലേക്ക് അള്ള ഹൃദയത്തിന് വിശാലം നൽകിയിട്ട് ആ ഒരു പ്രകാശത്തിലായിട്ട് അങ്ങനെ ജീവിക്കുക. അതാരാണ്? പിന്നെ സൂറത്ത് അർത്ഥം നമുക്ക് ഒരുമിച്ചുള്ള അർത്ഥം മറ്റേ അർത്ഥ ഭാഗങ്ങൾ പഠിച്ച് ഒരുമിച്ച് ചെയ്താം. സൂറത്ത് അൻആം വായിക്കാം. സൂറത്ത് അൻആം 6-ാമത്തെ അധ്യായം. നൂറ്റി 25-ാമത്തെ ആയത്ത് നോക്കാം. 125. (125) 125 കണ്ട എന്താണ്? ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ബാക്കി അടുത്ത നമ്മളെ മഞ്ഞ് പഠിക്കാളിൻ്റെ ബാക്കിയാണ്. അത്രയും നോക്കാം. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, ഒരാളെ അള്ളാഹു നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ, ഫമൻ യുരിദില്ല അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചു ഒരാളെ വിഷയത്തിൽ അൻ യഹ്ദിയഹു അവനെ എന്ത് ചെയ്യണം? ഹിദായത്തിലേക്ക് കൊണ്ടുവരണം. ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന എന്താർത്ഥം? ഹിദായത്തിന് ആ നിർമാർഗം എടുക്കുള്ള വഴിയാണ്. അങ്ങനെ ഒരാൾ അള്ളാഹു തല സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്ന് അള്ളാഹ് ഉദ്ദേശിച്ചാൽ അള്ളാഹ് എന്താ ചെയ്യുക? യശ്റഹ് വിശാലമാക്കും, സദ്റഹു അവന്റെ ഹൃദയത്തെ ലിൽ ഇസ്ലാം ഇസ്ലാമിലേക്ക്. കണ്ടോ? അള്ളാഹു ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹ് എന്താ ചെയ്യുക? ഇസ്ലാമിനെ അവന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാം കൊണ്ട് വിശാലത നൽകും. ഇനി ഓരോന്നോരോന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഇത് എവിടേക്ക് എത്തുന്നൊക്കെ പറഞ്ഞുതരാം. ഇനി അടുത്തത്, പിന്നെ ചില ആളുകൾക്ക് കുഫറിലേക്ക് അള്ളാഹു വിശാലത നൽകും. കുഫറിലേക്ക് അത് നമ്മൾ അടുത്ത ഭാഗം പഠിക്കാതെ നിൽക്കട്ടെ. നമ്മൾ സാധാരണ കേൾക്കുന്ന നമുക്ക് മനപ്പാടമുള്ള രണ്ടായത്തുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്ത് എടുത്തു പറയുന്നുണ്ട്. ഏതാ? നബിക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയൊരു നിഅമത്ത് ഒരു ചെറിയ സൂറത്തിൽ എടുത്തു പറയുന്നുണ്ട്. നബിനോട് ചോദിക്കുന്നുണ്ട്, തന്നില്ലയോ എന്ന്. അല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്? ഹൃദയത്തിന് വിശാലത തന്നില്ലയോ എന്ന് ചോദിക്കുന്ന സൂറത്തില്ലേ? അലം നശ്റഹ് ലക സദ്റക്, അലം നശ്റഹ് ലക സദ്റക്. കണ്ടോ? സൂറത്ത് തുടങ്ങണേൻ അങ്ങനെ
വവളഅന അൻക, എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചു. എല്ലാ ഭാരവും ഇറങ്ങും. ഇസ്ലാമിലേക്ക് ഹൃദയത്തിന് വിശാലത കിട്ടിയാൽ എല്ലാ ഭാരവും പോകും. അതെങ്ങനെയാന്നുള്ളത്, എന്താണ് ആ പറഞ്ഞെന്നുള്ളത് ഇനി വരാൻ പോകുന്നുണ്ട്. ആർക്കാണ് കിട്ടുക എന്നുള്ളത്. അലം നശ്റഹ് ലക സദ്റക ശറഹല്ലാഹു സദ്റഹു. ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പേരെടുത്ത് പറഞ്ഞ നബി ആരാ? മൂസാ നബി. മൂസാ നബി അള്ളാഹിനോട് കാര്യമായി ചോദിച്ചു വാങ്ങിയൊരു കാര്യമുണ്ട്. ഏതാണ്? റബ്ബി ഇശ്റഹ്ലി, റബ്ബി എൻ്റെ നാഥ, ഇശ്റഹ്ലി സ്വദിരി. കണ്ടാ, ഇശ്റഹ്ലി സ്വദിരി, എൻ്റെ ഹൃദയത്തിന് വിശാലത കൊണ്ട പടച്ചോനെ. മനസ്സിലായില്ല? അപ്പോൾ നിസ്സാരമായ കാര്യമല്ല. ഒരാൾ അള്ളാഹ് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹ് ഹൃദയത്തിന് വിശാലത കൊടുക്കും. അപ്പം ആ വിശാലത എങ്ങനെയാണ്? ആ വിശാലത കിട്ടിയാൽ ഫഹുവ അല ആയത്ത് വാക്കി ഫഹുവ കുല്ലി ഷൈഇൻ ഖദീർ ന ഫഹുവ അല നൂരിൻ മിർ റബ്ബി, ഫഹുവ അല നൂരിൻ മിർ റബ്ബി. അവിടെയാണ്. അപ്പം ഹൃദയത്തിന് വിശാലത കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല പോലീസാകാൻ വേണ്ടിയിട്ട് നെഞ്ഞിങ്ങനെ അളക്കുമ്പോൾ നമ്മളെ ചെസ്റ്റ് ഇത്ര മീറ്റർ ഉണ്ടെന്നുള്ള ആ വിശാലത അല്ല. പിന്നെന്താണ്? ഇസ്ലാമിലേക്ക് ഹൃദയത്തെ വിശാലമാക്കി എന്ന് പറഞ്ഞാൽ അവന് ആ നൂറ് കിട്ടിയതാണ്. തൻ്റെ റബ്ബിൽ നിന്നുള്ള നൂറ് കിട്ടി. ആ നൂറ് കിട്ടുന്നവനാണ്, അവൻ്റെ ഹൃദയമാണ് വിശാലത. മനസ്സിലായി പറഞ്ഞേ? ഇനി ആ റബ്ബിൽ നിന്നുള്ള നൂറ് ഏതാ? ശരി, ഒന്ന് പിന്നെ സൂറത്ത് അൻആമിലെ തന്നെ 122 ആയത്ത് മറിക്കാം. 122. നമ്മൾ നേരത്തെ വായിച്ച ആയത്തിന് നേരെ മേലെ. അവമൻ കാന മൈത്തൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലുഹു ഫിൽ ദുലുമാത്തി ലൈസ ബിഖാരിജിൻ മിൻഹ. എന്താ അല്ലാഹ് പറഞ്ഞ അറിയോ? ഇരുട്ടിൽ നിന്ന് പുറത്ത് കടക്കാനാവാതെ ഇരുട്ടിൽ തന്നെ കുടുങ്ങിപ്പോയ ഒരാളും ഒരു പ്രകാശം എപ്പോഴും ഉണ്ടായി ആ പ്രകാശത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരാളും ഒരുപോലെയാണോ? ഫജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസി. മനുഷ്യർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ ഒരു പ്രകാശത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരാൾ. ജനങ്ങളൊക്കെ നടക്കണ പോലെയല്ല, ജനങ്ങൾക്കിടയിൽ അവൻ ജീവിക്കുന്നുണ്ട്. പക്ഷെ ആ ജീവിതം അവൻ്റെ മുന്നിൽ ഒരു പ്രകാശമുണ്ട്, ഒരു നൂറുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരാളും ളുലുമാത്തിൽ തന്നെ പെട്ട്, അന്ധകാരത്തിൽ തന്നെ വെറും തിന്മകളും നീചകൃത്യങ്ങളും തോന്നിയാസങ്ങളും ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നടക്കുമ്പം അതിൻ്റെ ഉള്ളിൽപ്പെട്ട് അതിൽ നിന്ന് കഴിച്ചിലാകാൻ പറ്റാതെ, അതാണ് ലൈസ ബിഖാരിജിൻ മിൻഹ, അതിന് പുറത്ത് കടക്കാൻ കഴിയാതെ അതിൽ തന്നെ പെട്ട് നടക്കുന്ന ഒരാളും ഒരുപോലെയാണോ എന്ന്. അപ്പൊ എന്ത് വേണം? ളുലുമാത്തിൽ നിന്ന് എന്താ നമ്മളെ ചുറ്റുപാടുള്ളത്? ളുലുമാത്താണ്. ളുലുമാത്ത് അന്ധകാരങ്ങൾ. എന്താണ് അന്ധകാരങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താ? തിന്മകളാണ്, തോന്നിവാസങ്ങളാണ്, അധർമ്മങ്ങളാണ് അന്ധകാരങ്ങൾ. അതിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്ത് കടക്കണം. നാട്ടിലുള്ള ആൾക്കാരൊക്കെ ജീവിക്കണ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. പുറത്ത് കടക്കാൻ കഴിയാതെ അതിലിങ്ങനെ കുടുങ്ങി തിരിയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. പുറത്തേക്ക് കടക്കണം. അപ്പൊ എന്താണ് ഈ നൂറ്? എന്താണ് ളുലുമാത്ത്? ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് പുറത്ത് കടക്കാൻ അള്ളാഹു തന്ന നൂറ് ഏതാ? അത് പിന്നെ ഖുർആൻ മാത്രം നമ്മൾ പറയണ്ട, മറിച്ചോളി. ഞാൻ പറയാം, ആയത്ത് എഴുതിയിട്ട് മറിച്ചോളി. 2:257. അൽ ബഖറയിൽ
ആയത്തുൽ കുർസി കഴിഞ്ഞിട്ട് അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. ആയത്തിന്റെ അർത്ഥമാണ്. നമുക്ക് വേറെ കുറച്ച് ആയത്ത് മറിക്കാണ്ട് സ്പീഡിൽ പറഞ്ഞു പോവാം, ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു ആണ് വിശ്വാസികളുടെ മിത്രം. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനാണ്. എന്നാൽ അവിശ്വാസികളായ ഒരു സമൂഹം എന്നും എന്താ ഉണ്ടാവുക? നൂറിൽ നിന്ന് ജനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോകും, ളുലുമാത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ളുലുമാത്തിൽ നിന്ന് ജനങ്ങളെ നൂറിലേക്ക് കൊണ്ടുവരാനാണ്. ശരി, അപ്പം പിന്നെ ഏതാണ് ആ നൂറ്? മാഇദ മറിക്കുക, 5-ാമത്തെ അധ്യായം. മാഇദയിലെ 15-ാമത്തെ ആയത്ത്. യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബി വയഅഫു അൻ കസീർ ഖദ് ജാഅക്കും. കണ്ടില്ലേ? ഖദ് ജാഅക്കും, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. എന്ത്? നൂറുൻ വ കിതാബുൻ മുബീനൻ, വ്യക്തമായ കിതാബും നൂറും. ഏതാണ്? ഖുർആനാണ്. മനസ്സിലായില്ലേ? അപ്പം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. അപ്പം ഹൃദയ വിശാലത ആർക്കാ കിട്ടുക? ഖുർആനാകുന്ന നൂറ് അത് ആർക്ക് കിട്ടിയോ അവനാണ് കിട്ടുക. ശരി, അടുത്തത് വേഗം നോക്കാം. 14:1 സൂറത്ത് ഇബ്രാഹിം, 14-ാമത്തെ സൂറത്ത്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. കണ്ട, കിതാബുനി കിതാബ് ഖുർആന്, അൻസൽനാഹു ഇലൈക നിനക്ക് ഇറക്കിയ ഖുർആന് ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് ജനങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഫഹു അലാ നൂരിൻ മിർ റബ്ബി. ശരി, ഇനി ഇതിലെ പിന്നെ 5-ാമത്തെ ആയത്ത് നോക്കി. വലഖദ് അർസൽനാ മൂസാ ബി ആയാതിന അൻ അഖ്രിജ ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ വദക്കിറുഹും ബി അയ്യാമില്ലാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ. മുൻ ഖുർആനിന്റെ മുമ്പുള്ള വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥവും എന്താണ്? ളുലുമാത്തിൽ നിന്ന് അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ. കണ്ടോ? ഇനി പിന്നെ 4:124 4 സൂറത്ത് നിസായിലെ 174 174. യാ അയ്യുഹന്നാസ്. അവിടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് ജാഅക്കും, ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ബുർഹാനും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള ബുർഹാൻ, വഅൻസൽനാ ഇലൈക്കും, നിങ്ങൾക്കിതാ നാം ഇറക്കിയിരിക്കുന്നു, നൂറൻ മുബീന, വ്യക്തമായ പ്രകാശം. അത് കിതാബ് മുബീനാണ്. നൂറ് മുബീൻ, വ്യക്തമായ പ്രകാശം. പിന്നെ മേലെ പറഞ്ഞ എന്താണ്? ഖദ് ജാഅക്കും ബുർഹാനുൻ മിർ റബ്ബിക്കും. ബുർഹാനുൻ അത് ഖുർആന്റെ വേറൊരു പേര്. എന്താ ബുർഹാൻ എന്ന് പറഞ്ഞാൽ? ബുർഹാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞതാണ്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ, അതായത് ഒരു അരിയൊക്കെ പൊടിക്കുന്നൊരു മില്ല്, ഈ അരിയൊക്കെ പൊടിക്കുന്ന മില്ലുണ്ടല്ലോ, പൊടിമില്ല്, അത്ര മില്ലിലൊക്കെ ചെറുപ്പത്തിൽ ആരെങ്കിലും പോയിക്കണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ഓലൻ്റെ അല്ലെങ്കിൽ ഷീറ്റിൻ്റെ ഷെഡ്, അതിലിങ്ങനെ ഒരു ചെറിയ ഒരു ദ്വാരം വിചാരിക്കാം, ചെറിയൊരു ദ്വാരം. അതിലൂടെ ഉച്ച സമയത്ത് എന്ത് ചെയ്യും? വെളിച്ചം വരുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുക? ആ വെളിച്ചം ഇങ്ങനെ വരുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? പൊടി പറക്കണ കാണാം, അല്ലേ? പൊടി ഇങ്ങനെ പറക്കണത് കാണാം. ആ റൂമിൽ അവിടെ മാത്രമാണ് പൊടി? ആ ഹാളിൽ അവിടെ മാത്രമാണോ പൊടി? അല്ല. പിന്നെ എന്താണ് ഈ പൊടി കാണാൻ കാരണം? എന്താ?
ഈ വെളിച്ചം, ഈ വെളിച്ചത്തിന് രശ്മിക്ക് അറബി പറഞ്ഞ പേരാ ബുർഹാൻ. ഈ വെളിച്ചത്തിന് അറബി പറഞ്ഞ പേരെന്താണ്? ബുർഹാൻ. അപ്പൊ അള്ളാഹ് ആകാശത്ത് അടിച്ച ടോർച്ച്, വെളിച്ചം, ബുർഹാൻ, അത് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകളെ, പൊടിപടലങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നു. മനസ്സിലായി പറഞ്ഞേ? ഭൂമിയിലെ മനുഷ്യർക്കിടയിലുള്ള എല്ലാ തിന്മകളെയും ഈ ബുർഹാനാകുന്ന ഈ പ്രകാശം എന്ത് ചെയ്യാണ്? വേർതിരിച്ച് കാണിച്ചു തരികയാണ്. അതിനാണ് അപ്പൊ ആ രശ്മിക്ക് പറഞ്ഞ പേരാ ബുർഹാൻ. അതാണ് ഖുർആൻ, അതാണ് ഈ ആയത്ത്. പിന്നെ ബുർഹാനും വ കിതാബുൻ, അത് അള്ളാഹു തആല ഇറങ്ങി ആ പ്രകാശമാണ്, ബുർഹാനാണ്. അള്ളാഹു നിങ്ങൾക്ക് നൂറും മുബീൻ ഇറക്കി എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി പിന്നെ 42-ൽ 52, 42-ൽ 52. കണ്ടില്ലേ? യാത്തൊക്കെ ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംറിനാ, അപ്രകാരം തന്നെ നിനക്ക് നാം നമ്മുടെ കൽപ്പനയാൽ ഒരു ബോധനം നൽകിയിരിക്കുകയാണ്. കാരണം എന്താ? മാ കുൻത, നിനക്കറിയില്ല, മാ കുൻത തദ്രി, നബിനോട് പറയും നീ അറിയുന്നവനായിരുന്നില്ല. മൽ കിതാബ്, കിതാബ് എന്താന്ന് നബിക്ക് അറിയില്ല. വലൽ ഈമാൻ, ഈമാൻ എന്താന്ന് നബിക്ക് അറിയില്ല. അള്ളാഹ് പറയാണ് കിതാബും ഈമാനും എന്താണ് എന്ന് അറിയാത്തൊരവസ്ഥ ആർക്കുണ്ടായിരുന്നു? നബിക്കുണ്ടായിരുന്നു. വലാകിൻ, എന്നാൽ ജഅൽനാഹു, നാം ആക്കി അതിനെ, നൂറൻ, ഒരു പ്രകാശമാക്കി, നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ അടിമകൾക്ക്, ആ അടിമകളായ ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി നാം അതിനെ ഒരു പ്രകാശമാക്കി. ഇതിനെ നബിക്ക് കിട്ടുന്ന വഹീനെ, നബിക്ക് കൊടുക്കുന്ന വഹീനെ നാം പ്രകാശമാക്കി. വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തി മുസ്തഖീം, അതിലൂടെ നിനക്ക് സിറാത്ത് മുസ്തഖീമിലേക്ക് നാം നിന്നെ നയിക്കും. പറഞ്ഞത് മനസ്സിലായില്ലേ? നബിനോട് പറയാണ്, നബിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. നബി ഇങ്ങനെ നബിക്ക് വെറുപ്പായിരുന്നു എല്ലാ കാര്യത്തിലും. അങ്ങനെ നബി അവിടുന്ന് ഇങ്ങനെ ഇതിലൊക്കെ കണ്ട് മടുത്തിട്ട്, ഈ വ്യഭിചാരം തോന്നിയാസവും ഒക്കെ കണ്ട് മടുത്തിട്ട് നബി എന്ത് ചെയ്യാണ്? നബിക്കത് പിന്നെ ആകെ മനസ്സിന് വിഷമം ഉണ്ടായിട്ട് ആ ജബലന്നൂർ കയറുകയാണ്. ജബലന്നൂർ കയറിയിട്ട് അതിൻ്റെ മേലെ, ആ ഗുഹ കണ്ട ആൾക്കാർക്ക് അറിയാം, അതിനെ മേലെ കയറിയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? അതിൻ്റെ ആ ഗുഹയിൽ പോയി നബി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക ചെയ്യുക. വെറുതെ അങ്ങനെ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഇത് കാണാൻ മടുത്തിട്ട്. അവിടെയാണ് നബിക്ക് കിതാബും അറിയില്ല, ഈമാനും അറിയില്ല, ഒന്നും അറിയില്ല. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ തിന്മകളോട് അദ്ദേഹത്തിന് വെറുപ്പ് ചെറുപ്പത്തിലുണ്ടായി. അള്ളാഹു ഒരു വഹി കൊടുക്കുകയാണ്. ആ വഹീനെ അള്ളാഹ് എന്താക്കി? നൂറാക്കി. അതാണ് ഈ ആയത്ത്. അള്ളാഹു തആല എന്താക്കി? ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ ബോധനം. എന്നിട്ട് ആ വഹീനെ നാം എന്താക്കി? നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, അത് എല്ലാവർക്കും കിട്ടൂല, അള്ളാഹു തെരഞ്ഞെടുത്ത അടിമകൾക്കാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ടെന്നാ പറഞ്ഞത്. എല്ലാവർക്കും കിട്ടൂല, അള്ളാഹു കുറച്ച് ആൾക്കാർ അത് സെലക്ട് ചെയ്യും. ആ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഇത് കൊടുക്കുള്ളൂ. ആ നൂറിലൂടെ അള്ളാഹു എന്ത് ചെയ്യും? ഹിദായത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കും. അതാണ് നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിന. അതാണ് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി എന്ന് പറഞ്ഞത്. ശരി, ഇനി തൗറാത്ത് നിങ്ങൾ നമ്പർ എഴുതിയാൽ മതി, പിന്നെ മറിച്ചാൽ മതി. 5-44, 5-46, 6-91. ഈ ആയത്തൊക്കെ എന്താ അറിയോ? മുൻ വേദഗ്രന്ഥങ്ങളൊക്കെ എല്ലാ കാലത്തും മനുഷ്യന്മാർക്കാണ് അതിൻ്റെ ആവശ്യം. മനുഷ്യരിലേക്ക് അള്ളാഹ് കൊടുത്ത എല്ലാ വേദഗ്രന്ഥങ്ങളും എന്താണ്? നൂറാണ്. തൗറാത്തിനെ പറ്റി അള്ളാഹ് പറഞ്ഞ ആയത്ത ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അത് മറിച്ച് നോക്കണം. തൗറാത്തിനെ പറ്റി അള്ളാഹ് പറയാണ് നൂറാണെന്ന്. ഇഞ്ചീലിനെ പറ്റി അള്ളാഹ് പറയുകയാണത് എന്താണ്? നൂറും വ കിതാബ് മുബീൻ എന്നാണ് പറഞ്ഞത്. അതൊക്കെ ആ വേദഗ്രന്ഥങ്ങളൊക്കെ എന്താണ്? പ്രകാശമാണ്.
ഇനി യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്, അത് ആ നൂറ് ഏതാണ്? ഇസ്ലാമാണ്. അതിനെ കെടുത്താൻ വേണ്ടി ആളുകൾ ഇസ്ലാമിനെതിരിൽ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു കൊണ്ടിരിക്കും. ഇസ്ലാമിനെതിരിൽ അവർ അനാവശ്യമായ കാര്യങ്ങൾ ഇസ്ലാമിനെ പറ്റി പ്രചരിപ്പിക്കും, ഇസ്ലാമിനെ അനാവശ്യമായി വിമർശിച്ചു കൊണ്ടിരിക്കും, ഇസ്ലാമിനെ ഇകഴ്ത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അള്ളാഹ് പറഞ്ഞു അല്ലാഹു മുത്തിമ്മു നൂരി, അള്ളാഹ് ആ പ്രകാശം പൂർത്തിയാക്കാൻ ചെയ്യും. ആരെക്കൊണ്ടും അങ്ങനെ എന്ത് ചെയ്യാൻ കഴിയില്ല, കെടുത്താൻ കഴിയുന്ന സംഗതിയല്ല എന്നർത്ഥം. ഇനി അത് ആ ആയത്ത് എഴുതിക്കോളൂ. 9:32 ഞാൻ ആ പറഞ്ഞ ആയത്ത്. 9:32. പിന്നെ 7:157 മറിക്കണ്ടെങ്കിൽ കേട്ടാൽ മതി. 7:157 തൗറാത്ത്, ഇഞ്ചീല്, ഖുർആന് തുടങ്ങിയ എല്ലാ വേദഗ്രന്ഥങ്ങളെ പറ്റി ഈ ആയത്തുണ്ട്. എന്നിട്ട് അവസാനം അല്ലാഹ് പറയാണ് വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, വത്തബഉൻ നൂറ, ഈ പ്രകാശത്തെ ഇത്തിബായി ചെയ്തവർ, അല്ലദീ ഉൻസില മഅഹു, പ്രവാചകന്റെ കൂടെ അവതരിപ്പിക്കപ്പെട്ട ഈ നൂറിനെ ഇത്തിബായി ചെയ്യുക. ഏതാണ്? ഖുർആന്. അതിനെ ഇത്തിബായി ചെയ്താൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അതാണ് ആയത്ത്. ഇനി 13:16 അത് ലുരുമാത്തും നൂറും ഒരിക്കലും സമമല്ല എന്ന് പറഞ്ഞ ആയത്താണ്. 24:35 24:35 അത് സൂറത്ത് നൂറാണ് കേട്ടോ. സൂറത്ത് നൂറ് അതിന് പ്രത്യേകത ഉണ്ട്. അത് പരമാവധി മറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ 35-ാമത്തെ ആയത്ത് അള്ളാഹു പറയണത്, അള്ളാഹു തആല അവൻ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു ആ നൂറ് കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. മനസ്സിലെ? ആ നൂറ് ഏതാണ്? ഖുർആനാണ്. അതിനെ പിൻപറ്റി അത് പഠിക്കാനൊക്കെ ഉള്ള മനസ്സും അത് പഠിക്കാനുള്ള ആഗ്രഹവും ഒക്കെ സത്യസന്ധമായി ഉള്ള ആളുകൾക്കാണ് അള്ളാഹു തആല എന്ത് ചെയ്യുക? ഹിദായത്ത് കൊടുക്കുക. ഇനി ഇതേ സൂറത്തിൽ 40-ാമത്തെ ആയത്തും മറിക്കണം. നിങ്ങൾ പിന്നെ മറിച്ചാൽ മതി, എഴുതി വെക്കണം. അതിൽ അള്ളാഹ് പറഞ്ഞ എന്താ വെച്ചാൽ വമൻ യജ്അലില്ലാഹു ലഹു നൂറൻ, ശരിക്കും ആദ്യം ശ്രദ്ധിക്കാം. 40 വമൻ യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, ആദ്യം ശരിക്കും ശ്രദ്ധിക്കാന്ന് അർത്ഥം മനസ്സിലാവും. വമൻ യജ്അലില്ലാഹു ലഹു നൂറൻ, അള്ളാഹുവിന്റെ നൂറ് ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഫമാ ലഹു മിൻ നൂർ, പിന്നെ ഓന് വേറൊരു നൂറും കിട്ടാനില്ല. അള്ളാഹു നൽകുന്ന ഈ പ്രകാശം ഒരാൾക്ക് തടയപ്പെട്ടാൽ, ആ നൂറ് ഏതാണ്? ഖുർആനാണ്. അത് തടയപ്പെട്ടാൽ പിന്നെ അവന് വേറെ ഒരു നൂറും കിട്ടാനില്ല എന്ന് ഖുർആനായിട്ട് മാറ്റി വെച്ചിട്ട് ആ സ്ഥാനത്ത് പിന്നെ ഏത് കിതാബ് എടുത്തിട്ടും കാര്യമില്ല എന്നാണ്. ഖുർആനിന് പകരം ഒരു ഏടുമില്ല, ഒരു സബീന കിതാബും ഇല്ല, ഒരു മാലില്ല, ഒരു മൗലൂദും ഇല്ല. മനസ്സിലെ? ഖുർആനാകുന്ന പ്രകാശം ഒരാൾക്ക് തടയപ്പെട്ടാൽ മറ്റൊരു പ്രകാശവും അവനില്ലാതെ. അതാണ് ഈ ആയത്ത്. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, അള്ളാഹുവിൻ്റെ നൂർ ഒരാൾക്ക് തടയപ്പെട്ടാൽ അവന് പകരമായി വേറെ ഒരു പ്രകാശവും അവന് ലഭിക്കുകയില്ല. പിന്നെ ഇനി നമുക്ക് നമ്മളെ പഠിക്കുന്ന സൂറത്തിൽ 39-ാമത്തെ സൂറത്തിൽ 69-ാമത്തെ ആയത്ത് വരാനുണ്ട്. 69-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ള ആയത്താണ്. 69 6-9 ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പഠിക്കാം. ആണെന്ന് കേട്ടെ. ഇനി 50 അത് മറിക്കണം. 57:12 57:12 ഏത് നിങ്ങളെ മനസ്സിലില്ലെങ്കിലും ഈ ആയത്ത് നിർബന്ധമായിട്ട് ഉണ്ടാവണം. 57:12 57:12
കണ്ടില്ലേ? ആ, അപ്പൊ നിങ്ങൾ എവിടുന്ന് തുടങ്ങണം എന്നറിയോ? ഈ ആയത്തൊന്ന് ശരിക്കും കൈവച്ച് ശ്രദ്ധിക്കണം. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് നിർത്താം. ശ്രദ്ധിക്കണം ശരിക്കും. എത്ര ബാങ്ക് എത്രക്കാം? 20:40 സമയമുണ്ടാ? ശരി, അപ്പൊ നമ്മൾ 2-3 ആയത്ത് കൂടി നോക്കാം. ശ്രദ്ധിക്കാം. 12-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. 12-ാമത്തെ ആയത്ത് മുതൽ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും നിനക്ക് കാണാം. ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്താട്ടോ. അലസത ഉണ്ടാവരുത്, മടി ഉണ്ടാവരുത്. റെസ്റ്റ് വേണം 5 മിനിറ്റ്. കും കും കും. ജലിസ് നോക്ക, ഇത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ നിനക്ക് കാണാം. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ മുൻഭാഗത്തു കൂടിയും വലതുഭാഗത്തു കൂടിയും സഞ്ചരിക്കുന്ന നിലയിൽ ഒരു പ്രകാശത്തെ നിനക്ക് കാണാം. പരലോകത്ത് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമ്പോൾ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരുടെ മുൻഭാഗത്തും വലതുഭാഗത്തും ഒരു പ്രകാശം കാണും. ബുഷ്റാക്കുമുൽ യൗമ, അന്നേ ദിവസം അവർക്കത് സന്തോഷ വാർത്തയാണ് ആ പ്രകാശം. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക്കൽ ഫൗസുൽ അളീം. ഇനി ബാക്കി നോക്കാം. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, അവിടെ വരുന്ന മുനാഫിഖീങ്ങളായ സ്ത്രീ പുരുഷന്മാർ പറയും ആ ദിവസം. മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? എന്ന് പറഞ്ഞാൽ ആരാണ്? ഏത് വിഭാഗത്ത്, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാ? അമുസ്ലിമീങ്ങളാ? അത് കാഫിരീങ്ങളല്ലേ? അവർക്ക് മുനാഫിക്കിന്റെ പ്രശ്നമില്ലല്ലോ. മുനാഫിക്ക് എന്ന റയിലാണ്. മുസ്ലിമാണ്, ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. ഖുർആൻ അവർക്ക് അറിയും. ഖുർആനിനെ അംഗീകരിക്കുന്നവർ, നബിനെ അംഗീകരിക്കുന്നവർ, ഇസ്ലാമിനെ അംഗീകരിക്കുന്നവർ. പക്ഷേ അവരാ പറഞ്ഞ പ്രകാരം എന്താക്കൂല? ജീവിക്കൂല. ഖുർആനിനോട് നീതി കാണിക്കൂല. ഖുർആൻ പഠിക്കണം എന്നൊക്കെ അറിയാം, നബി പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് പഠിക്കാനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് മുനാഫിഖീൻ എന്ന് പറയാം. മനസ്സിലായി പറഞ്ഞേ? അല്ലാഹ് പറയാണ് യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഇല്ലദീന ആമനു, വിശ്വാസികളോട് പറയും. ഏത് വിശ്വാസികൾ? നേരത്തെ പറഞ്ഞില്ല മുന്നിലായത്തിലെ, അവരെ മുന്നിൽ എന്തുണ്ട്? നൂറുണ്ട്, ഒരു നൂറ് മുന്നിലും വലതുഭാഗത്തും. ഇവർ പറയും ഉൻദുറൂന, നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കി, നക്തബിസ് മിൻ നൂരിക്കും, നിങ്ങളെ പ്രകാശം ഞങ്ങൾ കുറച്ച് കൊളുത്തിയെടുക്കട്ടെ, നിങ്ങളെ പ്രകാശം ഞങ്ങൾ കുറച്ച് കൊളുത്തിയെടുക്കട്ടെ, ഞങ്ങളെ നോക്കി. കീല പറയപ്പെടും, അവരോട് പറയും ഇർജിഉ വറാഅക്കും, പിന്നിലേക്ക് മടങ്ങിക്കോ, പിന്നിലേക്ക് മടങ്ങിക്കോ. വൽതമിസു ഫൽതമിസു നൂറ, പ്രകാശം അവിടെ നിന്ന് അന്വേഷിക്കാം. ഈ പ്രകാശം അവിടുന്ന് കിട്ടുന്ന പ്രകാശമല്ല. പിന്നെന്താണ്? പിന്നിലേക്ക് മടങ്ങാറേ കൊടുക്ക? ദുനിയാവിലേക്ക് ഇങ്ങോട്ട് വരണം, മടങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ പ്രകാശം ഇവിടുന്ന് ഈ വിശ്വാസികൾ എവിടുന്നാ കൊണ്ടേത്? ദുനിയാവെന്ന് മരിച്ചു പോകുമ്പോൾ നമ്മളെ കഫൻ പുടവയിൽ കെട്ടിപ്പൊതിഞ്ഞ് നമ്മളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളെ കൂടെ ഈ പ്രകാശം പോകണം, ഈ പ്രകാശം കൊണ്ടുപോകണം. ആ പ്രകാശം ഏതാണ്? ഖുർആനാണ്. ഖുർആനുള്ള മനസ്സ്, ഖുർആൻ ഓതിയ നാവ്, ഖുർആൻ മനപ്പാടമാക്കാൻ ശ്രമിച്ച ഹൃദയം, ഖുർആൻ കേട്ട കാത്, ഖുർആൻ കണ്ട കണ്ണ്, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ശരീരത്തിൽ ഉണ്ടാവേണ്ടത്. ഖുർആൻ എഴുതിയ കയ്യ്, മനസ്സിലായില്ലേ പറഞ്ഞേ? ഖുർആൻ എടുത്ത കൈകൾ. അൽഹംദുലില്ലാ, നമുക്ക് വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു തആല പലർക്കും നിഷേധിക്കപ്പെട്ട ഒരു സംഗതി നമുക്ക് മാസത്തിൽ 2 തവണയെങ്കിലും അള്ളാഹിൻ്റെ കലാം എടുത്ത് 2 മണിക്കൂർ ഇരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമ്മളെ കയ്യിൽ അള്ളാഹിൻ്റെ കലാമാണ്, നമ്മുടെ കണ്ണ് നമ്മൾ കണ്ടത് അള്ളാഹിൻ്റെ കലാമാണ്, കേട്ടത് അള്ളാഹിൻ്റെ കലാമാണ്, നമ്മളെ ഹൃദയം നിറയെ അള്ളാഹിൻ്റെ കലാമാണ്. പലതവണ നമ്മൾ ഓതി കാണാതെ പഠിക്കാൻ ശ്രമിച്ചു, ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. മനസ്സിലല്ലേ? അപ്പം ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ നൂറ്, അതാണ് ഹൃദയത്തിൻ്റെ വിശാലത എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവർക്ക് അവിടെ പോകണം, ഒന്ന് പോകണോ, അവിടെ പോയി ഇരിക്കണോ, ഒരു 2 മണിക്കൂർ അവിടെ ഇരിക്കണ്ടേ, ഇന്നിപ്പോൾ അവിടെ പോകണോ, അടുത്ത ആഴ്ച പോയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ തോന്നുക. മറിച്ച് എന്ത് ചെയ്യുക? അതിനു വേണ്ടി ഇന്ന് ഖുർആൻ ക്ലാസ് ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷം, എവിടെ ആയിരുന്നാലും അവിടേക്ക് എത്തണം. അതാണ് ഹൃദയത്തിൻ്റെ വിശാലത പറഞ്ഞാൽ. ആ ഹൃദയത്തിൻ്റെ വിശാലത ഈ പ്രകാശ ഹൃദയത്തിലുള്ളവർക്ക് ഉണ്ടാവുക.
അതാണ് ആ ഹൃദയത്തിൻ്റെ വിശാലത എന്ന് പറഞ്ഞാൽ. വേറൊന്നുമല്ല. മറ്റത് സങ്കുചിതമാണ്. അവൻ്റെ ചിന്ത മുഴുവൻ സ്വന്തം മക്കളെ പറ്റിയും കുടുംബത്തെ പറ്റിയും കച്ചവടത്തെ പറ്റിയും ബിസിനസ്സിനെ പറ്റിയും മറ്റുള്ള കാര്യത്തെ സംബന്ധിച്ചൊക്കെ സങ്കുചിതമാണ് ചിന്ത. ആ ഹൃദയം അത് മാത്രമേ ഉള്ളൂ. ദുനിയാവ് മാത്രമേ ഒരാളെ മനസ്സിലുള്ളൂ. ഒരാളെ ഹൃദയം നിറയെ എന്താ ഉള്ളത്? അവനവൻ്റെ മക്കളും കുട്ടികളും ഈ പറഞ്ഞ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എങ്കിൽ ആ ഹൃദയം കുടുസാണ്. അതിന് അടുത്ത ബാക്കി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മനസ്സിലാവും എപ്പോഴാണ് കുടുസാകാന്ന്. മനസ്സിലായല്ലോ പറഞ്ഞേ. അപ്പൊ ഇത് ഈ ഒരു ഖുർആൻ, അള്ളാഹിന്റെ നൂറ്, ഇത് പഠിക്കാനുള്ള താല്പര്യം, ഇത് പഠിക്കാനുള്ള ഇഷ്ടം, അതിനോടുള്ള മഹബത്തൊക്കെ വർദ്ധിക്കാന്ന് പറഞ്ഞത് ആ പ്രകാശം ഉണ്ടാവില്ല. ആ ഹൃദയ വിശാലത ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിനൊരു മനസ്സുണ്ട്. നമ്മൾ പറയല ഒരു മനസ്സ് വെച്ചാൽ ആക്കാൻ നടക്കും നമ്മൾ പറയല്ലോ സാധാരണ. ഒന്ന് മനസ്സ് വെച്ചാൽ മതി, മനസ്സ് വെച്ചാൽ നടക്കുന്ന ആ മനസ്സാണിത്. ആ മനസ്സാണ് ഈ വിശാലമായ മനസ്സെന്ന് പറയുന്നത്. ശരി, ബാക്കി നോക്കി. ഇവരോട് പറയും, നിങ്ങൾ പിന്നിലേക്ക് മടങ്ങുക. ഇർജു വറാക്കും ഫൽത്തമസ്സുനൂറ, പ്രകാശം ഞങ്ങൾക്ക് ഇവിടുന്ന് തരാൻ കഴിയൂല, നിങ്ങൾ അവിടുന്ന് കൊളുത്തിക്കൊണ്ടുവരണം. ഫളുരിബ ബൈനഹും ബിസൂന, അപ്പോഴേക്ക് അവർക്കിടയിൽ ഒരു മതിൽ പ്രത്യക്ഷപ്പെട്ടു. ലഹു ബാബുൻ ബാത്തിനുഹു ഫിഹി റഹ്മ വലാഹിറു മിൻ ഖബലിൽ അദാബ്, ആ മതിലിൻ്റെ ഒരു ഭാഗത്ത് റഹ്മത്താകുന്ന സ്വർഗവും മറ്റേ ഭാഗത്ത് കഠിനമായ ശിക്ഷയാണ്. യുനാദൂനഹും, അവർ വിളിച്ചു പറയും. ഇത് പറഞ്ഞപ്പോഴേക്ക് അവർക്കിടയിൽ ഒരു മറ വന്നു. ആ മറന്റെ അപ്പുറത്തുനിന്ന് വിളിച്ച് യുനാദൂനഹും, വിളിച്ചട്ടഹസിക്കാണ്. അലന്നകും മഅകും, നമ്മൾ ഒരുമിച്ചല്ലായിരുന്നോ ജീവിച്ചത്? മനസ്സിലേ? കച്ചവടത്തിലും നമ്മളെ യാത്രയിലും നമ്മുടെ നാട്ടിലും മഹലിലും ഒക്കെ നമ്മൾ ഒരുമിച്ചല്ല ഉണ്ടായിരുന്നത്. അലന്നകും മഅകും ഖാലു, അവർ പറയും ബല, അതെ, വലാകിന്നകും. ഇതാരാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? മുനാഫിഖുകളോട് ആര് പറയാണ്? ഈ പ്രകാശം നൽകപ്പെട്ട ആൾക്കാർ പറയാണ്. ഖാലു, അതെ, സംഗതി ശരിയാണ്, ബല. അവർ പറയും നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു, പക്ഷേ ശരിക്കും ശ്രദ്ധിച്ചോളേ, വലാകിന്നകും എന്നാൽ ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി. വതറബ്ബസ്തും, നിങ്ങൾ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച വരാം, അടുത്ത ക്ലാസ്സിന് പോകാം, അടുത്ത ഈ വിഷയം കഴിഞ്ഞിട്ട് പോകാം. തറബ്ബസന, കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. നമുക്ക് പോകാം, ഞാൻ വരണ്ടേ, ഞാൻ വരും, ഇൻഷാ അല്ലാഹ് വരും. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞേക്കാം, വരും, ഞാൻ എന്തായാലും വരും, വരണ്ടെന്ന് പിന്നെ നിർബന്ധിച്ച് വിളിച്ചാൽ അങ്ങനെ പറയും. തറബ്ബസ്തും, ഈ വിളിച്ചോൻ നാളെ പരലോക, ഇത് അള്ളാന്റെ കലാമാണ് കേട്ടോ. നമ്മൾ കുറേ ആൾക്കാരെ ഇതിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സിനൊക്കെ ഒന്ന് വരും പഠിക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അടുത്ത ആഴ്ച വരാറ്, ആ അടുത്ത ആഴ്ച വിളിച്ചാൽ പിന്നെയും പറയാം അടുത്ത ആഴ്ച വരാൻ കുറച്ച് പ്രയാസമുണ്ട്, വിചാരിക്കണം കുറച്ച് ഇടങ്ങേറുണ്ട്, ഞാൻ വരാറ്. ചില ആൾക്കാർ അങ്ങനെ കാണാം. ഇങ്ങനെ പറഞ്ഞ് അവസാനം ജീവിതം കഴിയും. അവസാനം ഈ വിളിച്ചോണ്ടല്ലോ, ഈ ക്ഷണിച്ചവൻ്റെ പിന്നാലെ ഇവൻ ഇറന്ന് വരും നാളെ. ഇന്ന് നിങ്ങൾ വിളിച്ചിട്ട് മെയിൻ ചെയ്തിട്ടില്ല, പിന്നെ വരാം എന്തായാലും വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നു. മനസ്സിലായി പറഞ്ഞത്? ഇവനാണ് മറ്റവൻ്റെ പിന്നാലെ ഇറന്ന് ഈ പ്രകാശം കുറച്ച് തരുമോ എന്ന് ചോദിച്ച് പിന്നാലെ വരിക. ഇതല്ല പറയാ. ബാക്കി നോക്കി. വർത്തബുത്തും, നീ സംശയിച്ചു. ഇവനൊരു സംശയം, എന്താപ്പോൾ അവനക്ക് നമ്മളങ്ങനെ വിളിച്ചിട്ട് ഇത്ര വട്ടം എന്തിനാ വിളിക്കണ്, എന്തിനാ അപ്പം അങ്ങനെ എന്നെ നിർബന്ധിക്കണ്? ഓർക്കെന്തോ അതിലെന്തോ വേറെന്തോ ഒരു പരിപാടി ഉണ്ട്, വല്ല പിരിവോ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പല സംശയങ്ങളാണ് ഇവന്, ഈ വിളിക്കണവനെ. ഇത് ഇവന് വേണ്ടിയിട്ടാണ്, ഖുർആൻ അവൻ്റെ സ്വന്തത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതല്ല, ഇവന് പല സംശയങ്ങളാണ്. വർത്തബുത്തും വഗറത്തുകുമുൽ അമാനിയു, വ്യാമോഹം നിന്നെ വഞ്ചിച്ച് കളഞ്ഞു. ദുനിയാവിനോടുള്ള വല്ലാത്ത അവസാനിക്കാത്ത മതി വരാത്ത വ്യാമോഹം, അത് നിന്നെ വഞ്ചിച്ച് കളഞ്ഞു. ഹത്താ ജാ അംറുല്ലാ, അപ്പോഴാണ് അള്ളാഹിൻ്റെ കൽപ്പന വന്നത്, മരണം നിന്നെ തേടിയെത്തി. അങ്ങനെ കുറേ സംശയവും കുറേ മോഹങ്ങളും വ്യാമോഹങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. പക്ഷെ ഇതിന് വന്നിരിക്കാൻ സമയം കിട്ടിയില്ല, അവസരം കിട്ടിയില്ല. ആ ഇടക്കാണ് അള്ളാഹിൻ്റെ കൽപ്പനയാകുന്ന മരണം വന്നത്. വറക്കും ബില്ലാഹിൽ ഗറൂർ, മഹാവഞ്ചകനായ ശൈത്താൻ നിന്നെ വഞ്ചിച്ച് കളഞ്ഞു. ആ ശൈത്താനാണ് ഇത്രയും കാലം നിന്നെ തടഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് ദുനിയാവെന്ന് മരിക്കണ മുമ്പ് ഉണ്ടായില്ല എന്ന്. അപ്പം ഈ ആയത്ത് വല്ലാത്തൊരായത്താണ്. ഈ നൂറാണ് അള്ളാഹു നൽകിയ, ഈ നൂറുമായിട്ടാണ് നമ്മൾ മരിച്ചു പോകേണ്ടത്. അങ്ങനെ മരിച്ചുപോയ ആളുകൾക്കാണ് അള്ളാഹു തല പരലോകത്ത് അവരുടെ മുന്നിലും വലതു ഭാഗത്തും അള്ളാഹു നൂറ് കൊടുക്കുന്നത്. ശരി, ഇനി പിന്നെ നൂറുള്ള കിതാബുൻ
മുനീർ. അത് 4 സ്ഥലത്തുണ്ട്, എഴുതിക്കോളൂ. 3-ൽ 184, 3-ൽ 184, 22-ൽ 8, 31-ൽ 20, 35-ൽ 25. ഇനി ഈ ശുഹദാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന വലിയൊരു തൗഫീഖ് ഉണ്ട്. ആ തൗഫീഖിനെ പറ്റി അള്ളാഹ് പറയണത് സൂറത്ത് ഹദീദിലെ 57-19 ആയത്ത്. ആയത്ത്. റബ്ബന അത്തിമിം ലനാ നൂറന എന്നുള്ള ആയത്തെ സൂറത്തിലെ നിർവ്വഹണം. അപ്പോൾ പറഞ്ഞതിന് ചുരുക്കതാണ്, ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിന് വിശാലം നൽകുകയും ഹൃദയത്തിലേക്ക് ആ പ്രകാശം നൽകുകയും ചെയ്യും. ആ പ്രകാശം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഖുർആനാണെന്ന് മനസ്സിലായി. ആ ഖുർആനാകുന്ന പ്രകാശത്തോടു കൂടി ജീവിച്ച് മരണപ്പെട്ട് ഖബറിലേക്ക് നമ്മൾ എത്തിയാൽ ആ ഖബറിൽ അല്ലാഹു തആല പ്രകാശം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ഉണ്ടല്ലോ, ഖബർ പ്രകാശമാക്കാനുള്ള പ്രാർത്ഥന. അപ്പോൾ പ്രകാശമാക്കുകയും എന്നിട്ട് അല്ലാഹു തആല അവരെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടി അവരെ മുന്നിലും പിന്നിലും അല്ലാഹു തആല എന്ത് കൊടുക്കും? പ്രകാശം കൊടുക്കും.
എന്നിട്ട് അവർ പറയുന്ന വാക്കാണ് റബ്ബന അത്തിമിം ലനാ നൂറന ഫഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് പറയാനുള്ള തൗഫീഖ് ഉണ്ടാകുമെന്ന് ചിന്തിക്കുക നമ്മൾ. അതാണ് ഈ ആയത്ത്. അത് സൂറത്ത് ആയത്ത് നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എഴുതിയ നമ്പർ തെറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭാഗത്തിനാണ് അത് പറയണത്. റബ്ബന അത്തിമിം ലന നൂറന. പരലോകത്ത് വെച്ച് പറയും, പടച്ചോനെ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രകാശം പൂർത്തിയാക്കിക്കൊണ്ട പടച്ചോനെ എന്ന് പറയും. അപ്പോൾ ഈ പ്രകാശം പൂർത്തിയാക്കൽ ഉടച്ചിട്ടാണ് ഉടച്ചിട്ടാണ് പരലോകത്ത് വെച്ച്. അപ്പോൾ പൂർത്തിയാക്കണമെങ്കിൽ തുടങ്ങണ്ടേ? റബ്ബന അത്തിമിം ലന എന്ന് പറയണമെങ്കിൽ, റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രകാശം പൂർത്തിയാക്കിക്കൊണ്ട പടച്ചോനെ എന്ന് പറയാൻ തൗഫീഖ് കിട്ടണമെങ്കിൽ എന്ത് വേണം? തുടങ്ങണം, തുടങ്ങി വെക്കണം. അപ്പൊ ഖുർആനാകുന്ന പ്രകാശം നൂറ് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കെ ഒരു മരണം നമ്മളെ തേടി വന്നാൽ നാളെ പരലോകത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റും, റബ്ബന അത്തിമിം ലന നൂറന, നാദാ ഞങ്ങൾക്ക് ഞങ്ങളെ നൂറ് നീ പൂർത്തിയാക്കിക്കൊണ്ട പടച്ചോനെ, ഫഗ്ഫിർ ലന ഞങ്ങൾക്ക് നീ പുറത്തു കൊണ്ട പടച്ചോനെ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് പടച്ചോനെ എന്ന് പറയാൻ പരലോകത്ത് ആർക്കാണ് സൗഭാഗ്യം കിട്ടുക? തുടങ്ങി പൂർത്തിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തുടങ്ങി വെക്കണം. ഇവിടെ നിന്ന് തുടങ്ങി വെക്കണം. നമ്മൾ ആരംഭിക്കുക, നമ്മൾ പഠിക്കാൻ തുടങ്ങാം. നമുക്കതിന് മടി വേണ്ട. നമുക്കൊരിക്കലും മറ്റുള്ള രൂപത്തിലുള്ള മടിയും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ തുടങ്ങി വെക്കാം. ശരി, ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഒരു പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് അതാരാണ് ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. അസ്ഹറിൻ്റെ ഒരു അവരെ പിന്നെ ഈ യാത്രയുമായി അവരെ ട്രാവൽസിൻ്റെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് രണ്ടാൾ വരുമെന്ന് പറഞ്ഞു. അവരാരും വന്നു ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്ന തന്നെ ഉലുഹിയത്തിൻ്റെ അല്ലേ? അപ്പോൾ ഉലുഹിയത്തിൻ്റെ പിന്നെ 9,000 രൂപ അല്ലേ? ഒരാൾക്ക് മറ്റേ മാടിൻ്റെ പരിപാടിയില്ല. ശരി, അപ്പം അതിന് ഉലുഹിയത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയില്ല. കഴിവുള്ള ആളുകളൊക്കെ അറുക്കണമല്ല. യക്റബൻ്റെ മുസല്ലാന്നാണ് റസൂൽ പറഞ്ഞത്. നമ്മളെ മുസല്ലയിലേക്ക് വരുന്ന ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക. അത് ഖുർആനിൻ്റെ ചരിത്ര ഭൂമികളിലൂടെയുള്ളൊരു യാത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മുടെ ഫറോക്കിലെ നമ്മുടെ സ്നേഹിതൻ അസ്ഹറിൻ്റെ പിന്നെ ഒരു ട്രാവൽസാണ്. അപ്പം പിന്നെ ഈ സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ അതിനെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതിവിടെ തന്നിട്ടുണ്ട്. അവരെ ഇവിടുത്തെ ഒരാൾ ഇവിടെ ചെന്നൈയിലുള്ള ഒരാളിവിടെ വരും എന്ന് പറഞ്ഞത് ആരെനിക്കറിയില്ല. ഏതായിരുന്നാലും അതിൻ്റെ കാര്യം ഇത്രയാണ്. പിന്നെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള അതൊന്നും പല ടൂർ പോകുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും അല്ല ഇത്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇതേറെ പ്രയോജനം ചെയ്യും. കാരണം ചെന്ന് കാണുക എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇൻഷാ അല്ലാഹ് അതിന് അമീറായിട്ട് പോകണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പോവുകയാണെങ്കിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു ടൂറല്ല, മറിച്ച് ഖുർആനിലെ ഓരോ കാര്യം. ഇപ്പം നമ്മൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹ കാണുമ്പോൾ, ജോർദാനിലാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹ ഉള്ളത്. ആ റഖീം താഴ്വരയിൽ ചെല്ലുമ്പോൾ റഖീം കാനു മിൻ ആയാത്തിന അജബ. അപ്പോൾ ആ റഖീമും ആ റഖീം താഴ്വരയും അവിടെയുള്ള പിന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹയും അതൊന്നുണ്ട് അവിടെ. അപ്പോൾ അത് കാണുമ്പം അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇവിടുന്ന് തന്നെ നമ്മൾ പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോകുക. അപ്പോൾ അത് കാണുമ്പം ഈ ആയത്ത് ഇപ്പം നമ്മൾ ഈ ആയത്ത് പഠിച്ച പോലെ പഠിച്ചാൽ ആ കാണുന്ന സമയത്ത് നമുക്കത് വല്ലാത്തൊരു പിന്നെ എന്താ പറയുക മാനസികമായി ഒരു വലിയ ഈമാൻ വർദ്ധിക്കുന്നൊരു കാര്യമാണ്. ഫിറഔനിൻ്റെ പിന്നെ ബോഡി നമ്മൾ ഈജിപ്ത് മ്യൂസിയത്തിൽ നിന്ന് കാണുമ്പോൾ, ഈജിപ്തിൽ പോകുമ്പോൾ അവിടുന്ന് ഫിറഔനിൻ്റെ ബോഡി കാണുമ്പോൾ അൽയൗമ നുനജ്ജീക ബിബദനിക ലിമൻ ഖൽഫക ആയ, നിൻ്റെ ഈ ശരീരം ഭൗതിക ശരീരം ഇന്ന് നാം രക്ഷപ്പെടുത്തുകയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് ലിതകൂന ലിമൻ ഖൽ, നിനക്ക് ശേഷം വരുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട്. അപ്പോൾ അത് ആ ആയത്തെ അത് കാണുമ്പോൾ തോന്നുക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഡെഡ് സീ, ചാവുകടൽ, അപ്പോൾ അത് കാണുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെ നശിപ്പിച്ച ഒരു സ്ഥലമാണ്. അവിടെ ഉല്ലസിക്കാനും ഇതാക്കാനുമല്ല, അവിടുന്ന് എത്രയും പെട്ടെന്ന് അത് കണ്ടുകാണ് ഇങ്ങനെ പോകുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത ഉണ്ട് ആ ഡെഡ് സീക്ക്. അപ്പോൾ അത് കാണാൻ, അത് കാണുന്ന സമയത്ത് ആ സമുദായത്തെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പലതും നമുക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളും ആ യാത്രയിൽ നിന്ന് കിട്ടും. ഈജിപ്ത്, പിന്നെ ജോർദാൻ, ഫലസ്തീൻ, ഇസ്രായേൽ, ഈ 4 രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പിന്നെ അതോടൊപ്പം അതിലൊക്കെ ഉപരിയായിട്ട് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അക്സയിൽ വെച്ചൊരു ജുമാ നമസ്കാരം. മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ കണ്ണീരാണ്, നമ്മുടെ മനസ്സിൻ്റെ
പിന്നെ നൊമ്പരമാണ് ശരിക്ക് മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞാൽ. മസ്ജിദുൽ അക്സ കണ്ടാൽ നമ്മൾ കരയും. 2 ഹറമ് നമ്മൾ കണ്ട, മക്കയും മദീനയുമുള്ള ഹറമ് കണ്ടവരെ മൂന്നാമത്തെ ഹറമ് കാണുമ്പോൾ പൊട്ടിക്കരയും. കാരണം മക്ക എങ്ങനെയാണെന്ന്, മക്കൻ്റെ സൗന്ദര്യം നമുക്കറിയാം, മസ്ജിദുൽ ഹറമിൻ്റെ ഭംഗി, മദീനയുടെ ഭംഗി നമുക്കറിയാം. എന്താണ് മദീനത്തെ പള്ളീൻ്റെ അകവും പുറമൊക്കെ നമ്മൾ കണ്ടാൽ ഉണ്ടാകും നമ്മളെ മനസ്സ് മസ്ജിദുൽ അക്സ കാണുമ്പം ചങ്ക് പൊട്ടിപ്പോകാന്നൊക്കെ നമ്മൾ പറയില്ല. കാരണം ജൂതന്മാർ അവിടെ ഉള്ള ആളുകൾക്ക്, അവിടെ ഉള്ളവർക്ക് 50 വയസ്സ് തികയാതെ ഫലസ്തീനികൾക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശനമില്ല. ജൂതന്മാർ തടഞ്ഞു നിർത്തിക്കുക. ജൂതന്മാരാണ് ഇവിടെ കാവൽ മസ്ജിദുൽ അക്സക്ക്. അവിടെ ജുമാഅത്തിൽ 50 വയസ്സ് പൂർത്തിയ ആൾക്കാർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. ജമാഅത്തിന് ജുമാക്കൊക്കെ പ്രവേശനമുള്ളൂ. ആ ഹറം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പിന്നെ നിർമ്മാണമല്ലാത്തൊരു നിർമ്മാണം അവിടെ നടക്കണില്ല. എന്നും അത് തകർന്നു പോകാൻ ഉള്ള ഒരു അവസ്ഥയിലാണ് ആ മൂന്നാമത്തെ ഹറമുള്ളത്. പൊട്ടിപ്പൊളിഞ്ഞ് പിന്നെ എന്താ പറയുക, പൊടിപടലങ്ങൾ പിടിച്ച് പിന്നെ ആ വൃത്തിയാക്കാൻ ഇതാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആകെ ഈ ജൂതപ്പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിൽ കിടക്കുകയാണ്. അപ്പം അവിടെയുള്ള ഓരോ ജുമായും ഖത്തീബുമാർ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച് പ്രസംഗിക്കലാണ് അവിടെ. വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെ ജുമാക്കവിടെ പങ്കെടുത്താൽ മസ്ജിദുൽ അക്സയിൽ. അപ്പം അത് നബി മിറാജ് പോയ പിന്നെ അവിടെ ഹുബത്ത് സഹ്റാഖ് എന്ന് പറഞ്ഞ പിന്നെ ആ പാറയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം പിന്നെ സാധാരണ ഈ 1,00,000 റുപ്യ 95,000 ഒക്കെയാണ് ഒരാൾക്ക് ചിലവ് വരൽ. ഇവരത് 85,000 ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 10 റുപ്യ കുറവുണ്ട്. അപ്പം പിന്നെ ഇൻഷാ അല്ലാഹ് അവൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നെയ്യത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് പോയി കാണാൻ, മരിക്കണം മുമ്പൊന്ന് പോയി കാണാൻ, കണ്ണുകൊണ്ട് കാണാൻ കുറേ ഈമാൻ വർദ്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സെപ്റ്റംബർ മാസത്തിലാണ് ഇൻഷാ അല്ലാഹ് യാത്ര ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നെ അത് വിശദീകരിക്കാൻ ഇവിടെ ആൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആളെ കാണാനില്ല. അപ്പം ഇനി എന്താണെന്ന് അറിയില്ല. നോട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പിന്നെ തരാം, അത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. പിന്നെ അതേപോലെ തന്നെ പിന്നെ ചില ആളുകൾക്ക് എന്തുണ്ടാവും, ചില ആളുകൾക്ക് പിന്നെ ഇതിലൊന്നും ഖുർആൻ പഠന ക്ലാസ്സിലൊന്നും താല്പര്യമില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതിലൂടെ ഈ കാഴ്ചയിലൂടെ, യാത്രയിലൂടെ ഒരുപാട് ആൾക്കാർ കടന്നു വന്നവരുണ്ട്. ഈ യാത്ര പോയിട്ട് പിന്നെ ഇത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും ഇത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പോകാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കാവുന്നതാണ്. ആ കാര്യം അറിയിക്കുകയാണ്. ഇത് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ കച്ചവടമോ അല്ലെങ്കിൽ ലാഭമൊന്നുമല്ല. ഇത് അവർ നടത്തുന്ന ഒരു പിന്നെ എന്താ പറയുക, വലിയ ഒരു മാർജിനിലെ ലാഭമൊന്നും ഇല്ലാതെ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അതിൽ പങ്കാളികളാകാം. അപ്പോൾ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താണ്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് അടുത്ത ശനിയാഴ്ച അല്ല, പിറ്റത്തെ ശനിയാഴ്ചയാണ്. ഇതേ സമയത്ത് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ 3 മണിക്ക് ആക്കിയതാണ് പ്രത്യേക സാഹചര്യം കൊണ്ട്. സാധാരണ സമയത്ത് തന്നെ ആയിരിക്കും ക്ലാസ് നടക്കുക. അള്ളാഹു തആല പഠിച്ചത് മറക്കാതെ നമ്മുടെ മനസ്സിൽ നിലനിർത്തി തരുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരലോകത്ത് റബ്ബിൻ്റെ മുന്നിൽ റബ്ബന അത്മീം ലനാ നൂറന എന്ന് പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹിൻ്റെ കലാമ് തദബ്ബുർ ചെയ്ത് പഠിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പല വീഴ്ചകളും തെറ്റുകളും നമുക്ക് വന്നു പോയിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വരുന്ന ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ ഏറ്റവും പ്രതിഫലാർഹമായ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ധാരാളമായി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സാലിഹായ മക്കളാക്കി തരട്ടെ. നമ്മളെ ഇണകളിലും നമ്മളെ വീട്ടിലും നമ്മളെ ഇടപാടുകളിലുമെല്ലാം അള്ളാഹുവിന് അമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.